Welcome back to another episode of In Spirit. Hey, this is Ahalya. ഇന്ത്യയിൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ. സിവിൽ സർവൻ്റ് ആവുക എന്നുള്ളത് പലരുടെയും സ്വപ്നമാണല്ലോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻസിനെ കുറിച്ചാണ്. അതിനായി ഇന്ന് ഇൻസ്പിരിറ്റിൻ്റെ അതിഥികൾ 2 IFS ഓഫീസേഴ്സാണ്. So let us welcome Anne Mary George IFS, Second Secretary, Embassy of India, Paris, and Gogol VK IFS, Under Secretary, Ministry of External Affairs. Welcome Anne Mary ma'am and Gogol sir. Thank you. Thanks for having us. Thank you, Ahalya. താങ്ക് യു സർ. മാമിനോടാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. മാം ഒരു ഡിപ്ലോമാറ്റ് ആവാൻ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ CEC ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ പ്രിപ്പറേഷൻ ടൈമിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ഇറ്റ് വുഡ് ബി എ വെരി നൈസ് ഇൻസ്പിറേഷൻ. അങ്ങനെയൊക്കെ പ്രോഗ്രാംസ് ഞാൻ പണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു. സോ thumbs up to all the people who have initiated this. സിവിൽ സർവീസസിലോട്ട് ഇൻഫാക്ട് വരാനുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത്. അവിടെ ഒരു ആനുവൽ ഡേ പ്രോഗ്രാമിന് വേണ്ടി അന്നേരത്തെ കളക്ടർ പ്രോഗ്രാമിന് വരികയും ആ ഒരു ചടങ്ങിൽ മാഡത്തിന്, അന്ന് ബീന മാഡം ആയിരുന്നു എറണാകുളത്തെ കളക്ടർ. ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം എറണാകുളത്താണ്. ആ ഒരു ഇവന്റ് ഒരു സ്പാർക്കായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ലേഡി ഓഫീസർ ഒരു സിവിൽ സർവന്റ് ആയിട്ട് വരുമ്പോൾ സൊസൈറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ആ ഒരു കാര്യം ഒരു അടുത്ത് കാണാൻ കഴിഞ്ഞപ്പോൾ അതൊരു വലിയ സ്പാർക്കായി മാറി. എന്നിട്ട് പിന്നീട് കോളേജിൽ പഠിക്കുന്ന സമയത്തും അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുകയും അതിനോട് കൂടുതൽ ഒരു പാഷൻ തോന്നുകയും അങ്ങനെയാണ് സിവിൽ സർവീസിലോട്ട് ഒരു അട്രാക്ഷൻ തോന്നിയത്. മാം, ഒത്തിരി പേർക്ക് സ്കൂളിലും കോളേജുകളിലും ടീച്ചർമാരും ഫ്രണ്ട്സുകളും ഒക്കെ പറയുന്നതാണ് ഇൻസ്പിറേഷൻ വരുന്നതല്ലേ മാം? നമ്മുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇൻഫാക്ട് നമ്മള് പലപ്പോഴും പറയാറുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടല്ലോ, വലുതാവുമ്പോ ആരാവണം എന്നുള്ളത്. നമുക്ക് ഒരുപാട് പേർക്കും അതിലൊരു കൺഫ്യൂഷൻ കാണും. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം ചിലപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പറയാൻ കഴിയുന്നില്ല. ദാറ്റ്സ് വെരി നോർമൽ. ഇറ്റ്സ് ബീൻ എ പാർട്ട് ഓഫ് മൈ ലൈഫ് ഓൾസോ. അതൊരു പ്രോബ്ലം അല്ല. ഇറ്റ്സ് വെരി ഫ്യൂ പീപ്പിൾ ഹു ഹാവ് എ വെരി ക്ലിയർ ഐഡിയ ഇൻ ദിയർ മൈൻഡ് ഫ്രം എ യങ് ഏജ്. ജനറലി നമ്മൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും എന്താവണം എന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ ഒരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് പെർസ്യൂ ചെയ്ത് അതിനോട് നമുക്കൊരു അഭിരുചി ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനാവുകയാണെങ്കിൽ, മോർ ആൻഡ് മോർ അതിനെപ്പറ്റി റീഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിനെ പറ്റി അറിയുകയോ ചെയ്യുമ്പോൾ അതിനോട് താല്പര്യം കൂടുകയാണെങ്കിൽ അതിനെ വിടാതെ പിന്തുടരുക. അതാണ് പറയുന്നത്. അതെ മാം. സർ, ഗോകുൽ സർ, ഒരു ഡിപ്ലോമാറ്റ് മിഷനിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസ് ഒക്കെ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ സാറ് ഡിപ്ലോമാറ്റ് മിഷനിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും അല്ല, ഞാൻ എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഞാൻ ഫോറിൻ പോസ്റ്റിങ്ങിൽ പോയിട്ടുള്ളത് കൈറോയിലാണ്, അതായത് ഈജിപ്തിലാണ്. അപ്പം ഞാനൊരു ഫുൾ ഫ്ലെജ്ഡ് ഇന്ത്യൻ എംബസിയിൽ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഒരു ലാംഗ്വേജ് ട്രെയിനിങ് എന്ന രീതിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പാരലി കുറച്ചു എൻ്റെ പകുതി സമയം ഞാൻ ഒരു ലാംഗ്വേജ് പഠനം, ഞാൻ അറബിക്കാണ് ലാംഗ്വേജ് ആയിട്ട് എനിക്ക് മിനിസ്ട്രി തന്നിട്ടുള്ള ലാംഗ്വേജ്. അപ്പോൾ 2 വർഷം അമേരിക്കൻ യൂണിവേഴ്സിറ്റി കൈറോയിൽ 2018 മുതൽ ഞാൻ 2020 വരെ 2 വർഷം അറബിക്ക് പഠിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഒരു 3rd സെക്രട്ടറി എന്ന നിലയിൽ എംബസിയിൽ തന്നെ പല വിങ്സ് ഉണ്ട്. പൊളിറ്റിക്കൽ വിങ്, അല്ലെങ്കിൽ ഇവിടുത്തെ എക്കണോമിക്കും ട്രേഡും റിലേഷൻസ് നോക്കുന്ന വിങ് ഉണ്ട്. കോൺസുലാർ അഫയേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള ഇന്ത്യൻ ഡയസ്പോറയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് നോക്കുന്ന വിങ് ഉണ്ട്. പിന്നെ ഡിഫൻസ് കാര്യങ്ങൾ നോക്കുന്ന വിങ് ഉണ്ട്. അങ്ങനെ പല വിങ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് ഐഡിയ മാത്രമേ എനിക്ക് ഈ ഒരു പീരീഡിൽ മാത്രം കിട്ടുള്ളൂ. ഒരു ഫുൾ ഫ്ലെജ്ഡ് ഓഫീസറായിട്ട് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തില്ല. പക്ഷേ തീർച്ചയായിട്ടും ഒരു ഡിപ്ലോമാറ്റ് ആയിട്ട് ഫോറിൻ മിഷൻ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാവുന്ന ചലഞ്ച്, നിങ്ങൾ ആ ഒരു രാജ്യത്തേക്ക് പുതിയൊരു കൾച്ചറിലേക്ക് നിങ്ങൾ ഇമേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യം.
നമ്മൾ തീർച്ചയായിട്ടും ഒന്നുകിൽ മലയാളികളോ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനോമായിട്ടുള്ള ഒരു വ്യക്തി ഒരു പുതിയൊരു രാജ്യത്ത് ചേരുന്നു. അപ്പം ഉദാഹരണത്തിന് ഞാൻ ചെന്നെത്തിയത് അറബി മാത്രം സംസാരിക്കുന്ന ഈജിപ്തിന്റെ കൈറോയിലാണ്. അപ്പം അവിടെ പൊതുവെ ആളുകൾ അപ്പം ആദ്യം തന്നെ നമുക്കൊരു ലാംഗ്വേജ് ഷോക്ക് ഉണ്ട്. അപ്പം ചെന്നെത്തുന്നു ആളുകൾ, ഈവൻ ഫസ്റ്റ് ഡേ ഞാൻ ചെല്ലുന്നു, അവിടെ നിന്ന് ഓരോ ഈവൻ കടയിലേക്ക് ചെല്ലാനും അവിടെ ചെന്നൊരു സാധനം പറയാനും നമ്മൾ ഭയങ്കരമായി കഷ്ടപ്പെടും ഇനിഷ്യൽ ഒരു ഫേസിൽ, ഒരു ആദ്യത്തെ 2-3 ആഴ്ചത്തോളം. പിന്നെ അതിനുശേഷം അത് നമുക്കൊരു പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ നമ്മൾ അവിടുത്തെ ലോക്കൽ വേർഡ്സ് പഠിക്കുന്നു. പിന്നെ ഞാൻ അതിന്റെ കൂടെ തന്നെ ഈ അറബി പഠനം കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിരുന്നു. കാര്യം നമ്മൾ എന്തെങ്കിലും ക്ലാസ്സിൽ പഠിക്കുന്നു, അത് നമ്മൾ നമ്മുടെ സ്ട്രീറ്റ്സിൽ യൂസ് ചെയ്യുന്നു. നമുക്ക് നമ്മളുടെ ഒരു ചെറിയൊരു ഇനിഷ്യേറ്റീവ് കാണുമ്പോൾ, നമ്മുടെ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള നമ്മുടെ ഇനിഷ്യേറ്റീവ് കാണുമ്പോൾ നമ്മുടെ ഓഡിയൻസ്, അതായത് ആ രാജ്യത്തുള്ള ആളുകൾ നമ്മളോട് ഭയങ്കരധികം സ്നേഹം പ്രകടിപ്പിക്കുന്നു. അപ്പം ഇതൊരു വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എഫേർട്ടായിട്ട് നമുക്കിങ്ങനെ അനുഭവപ്പെടും. നമ്മൾ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു, അവർ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു, പതുക്കെ പതുക്കെ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ അവരുടെ കൾച്ചർ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ അനിഷ്ടങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നു. നമ്മൾ പിന്നെ കംപ്ലീറ്റ്ലി ഒരു ടോട്ടലി ഡിഫറെന്റ് ഫുഡ് ഹാബിറ്റ്സ് ആണ് പല രാജ്യങ്ങളിലും ഉള്ളത്. അപ്പം ഇതെല്ലാമായിട്ട് നമ്മൾ പൊരുത്തപ്പെടേണ്ടി വരുന്നു. ബട്ട് ഇതെല്ലാം ചലഞ്ചിങ് ആണെങ്കിലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. നമുക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു പുതിയൊരു രാജ്യത്ത് നിന്ന് പഠിക്കാൻ കഴിയുന്നു. ഈവൻ എംബസിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒഫീഷ്യൽ സ്ഫിയറിൽ പോലും ഇൻ ഓഫീസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പുതിയ രാജ്യത്ത് പോസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ കുറിച്ച് നമ്മൾ ഓരോ പോസ്റ്റിങ്ങും നമുക്ക് വീണ്ടും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഒരു രാജ്യവുമായിട്ടുള്ള ഇടപെടലോ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായിരിക്കില്ല വെസ്റ്റ് ഏഷ്യയിൽ ഉള്ള ഒരു രാജ്യത്തിൽ നമ്മളൊരു പോസ്റ്റിംഗ് എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി അധികം ഒരു ബേസിക് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തിരിക്കണം. എന്താണ് ആ രാജ്യത്തിന് ആ ഒരു പോസ്റ്റിംഗ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ ആവശ്യങ്ങൾ. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഓരോ 3 വർഷവും നമുക്ക് ആവശ്യമാണ്. ഓരോ 3 വർഷം കഴിയുമ്പോഴാണ് നിങ്ങളുടെ ട്രാൻസ്ഫേഴ്സ് ഉണ്ടാകുന്നത്. അപ്പം അത് ഒരു ഇൻ എ വേ ഇറ്റ്സ് എ ചലഞ്ചിങ് തിങ്. പക്ഷെ എന്നാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഒരു ഭയങ്കര ലേണിംഗ് അത്യാവശ്യമായിട്ടുള്ള ഒരു ജോബാണ് ഡിപ്ലോമാറ്റിക് ജോബ്. ഒരിക്കലും നമ്മൾ സ്റ്റാറ്റിക് അല്ല, എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. അന്നത്തെ പത്രങ്ങൾ, ന്യൂസ് ആർട്ടിക്കിൾസ്, സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യണം. എന്താണ് ആ ഒരു രാജ്യങ്ങളിൽ സംഭവിക്കുന്നത്, എന്താണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഇന്ത്യയിൽ എന്താണ്, നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യത്ത് എന്താണ്, ഇത് എല്ലാം തന്നെ നമുക്കൊരു നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രം നല്ലൊരു ഡിപ്ലോമാറ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പം ബേസിക്കലി ഓൺ ദ പേഴ്സണൽ സ്പിയർ ഓരോ 3 വർഷം കൂടുമ്പോഴുള്ള ചേഞ്ച് അത് നമ്മൾ എന്താ പറയാ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം. രണ്ടാമത്തെ കേസ് ഓൺ ദ പ്രൊഫഷണൽ സ്പിയർ നമ്മൾ ആ ഒരു ചേഞ്ച് ഓഫ് വർക്ക്, അപ്പം വർക്ക് തന്നെ ഇപ്പൊ 2 തരം വർക്ക് ആണ്. ഒന്നുകിൽ ബൈലാറ്ററൽ അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധം, 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമായിരിക്കും നമ്മൾ എന്താ പറയാ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു മൾട്ടി ലാറ്ററൽ ഓർഗനൈസേഷൻ, ഇപ്പോൾ UN അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അങ്ങനെയുള്ള മൾട്ടി ലാറ്ററൽ ഓർഗനൈസേഷൻ ടൈപ്പുള്ള മൾട്ടി ലാറ്ററൽ വർക്ക് ആയിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് വർക്കിന് ഓരോ ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി നമ്മൾ അതിൻ്റെതായ പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ എനിക്കൊരു ചലഞ്ചായി തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഇനി കോൺവെർസേഷൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. സർ, നമ്മൾ ഈ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, നമ്മൾ ഒരു പുതിയൊരു ഭാഷ പഠിക്കുന്നത് ഒരു കാലഘട്ടം, ഒരു രസകരമായിട്ടുള്ള കാലഘട്ടമാണ് അല്ലേ? അത് നമുക്ക് പുതിയ പുതിയ ആൾക്കാരോട് ഇടപെടാനുള്ള അവസരം കിട്ടുന്നു. സാധാരണപ്പെട്ട ആൾക്കാരോട് നമുക്ക് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഒരു രസകരമായിട്ടുള്ള അവസരങ്ങളാണ് അല്ലേ? അബ്സല്യൂട്ട്ലി. ഞാൻ എൻ്റെ കൈറോയിലെ 2 വർഷം നല്ല രീതിയിൽ എൻജോയ് ചെയ്തത്. കാര്യം നമ്മൾ ഈ ഭാഷ പഠിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു ടൂൾ എന്ന് വെച്ചാൽ, ഞാൻ അവിടുത്തെ ഈ സാധാരണ ലോക്കൽ മാർക്കറ്റ്സിലൊക്കെ പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വളരെ ഒരു ആക്സെന്റോട് കൂടിയ അറബി ഭാഷ മാത്രമേ ഈ ഒരു സ്ട്രീറ്റ് മാർക്കറ്റ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈജിപ്തിനെ സംബന്ധിച്ചോളം അവർക്ക് ഇന്ത്യൻസിനോടുള്ള ഒരു പ്രത്യേകമായ ഒരു സ്നേഹം, അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവര് പ്രകടിപ്പിക്കും. അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാൻ എന്ന രീതിയിൽ അവരെ ബോളിവുഡിന്റെ ആ ഒരു എക്സ്റ്റെൻഡഡ് ഇൻഫ്ലുവൻസ് നമുക്ക് അവിടെ ഭയങ്കരമായിട്ട് പ്രകടമായി കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം അവർക്ക് നമ്മളോട് സംസാരിക്കാൻ ഭയങ്കരധികം സ്നേഹമാണ്, താല്പര്യമാണ്.
ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പൊ നമ്മളും തീർച്ചയായിട്ടും നമ്മളും അതേ ലാംഗ്വേജിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഈ രാജ്യങ്ങളിൽ കിട്ടും. തീർച്ചയായിട്ടും നമ്മൾ വി ഷുഡ് ബി കെയർഫുൾ. ബട്ട് ഒരുപാട് ഇത്തരം ഇന്ററാക്ഷൻസ് തന്നെയാണ് നമ്മുടെ ലാംഗ്വേജ് പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരിക്കലും പുസ്തകത്തിൽ അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ നമുക്ക് കിട്ടുന്ന നോളജിനേക്കാൾ കൂടുതൽ രസകരവും ലാംഗ്വേജ് പഠിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഇത്തരം പുറത്ത് നിന്ന് കിട്ടുന്ന ഒരു സംസാര ശകലങ്ങളും ആളുകളുമായിട്ടുള്ള കോൺവെർസേഷൻസും പിന്നെ ഈ അറബിക് അല്ലെങ്കിൽ അവിടെയുള്ള മൂവീസ് കാണുക, അറബിക് സീരീസ് കാണുക, പിന്നെ ലൈക്ക് ചെറിയ കുശലാന്വേഷണങ്ങൾ, ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും ഏത് ലാംഗ്വേജ് പഠനമായാലും ശരി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇൻക്രെഡിബിൾ സർ. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാം. സോ മാമിന് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്ത സമയത്ത് എന്തെങ്കിലും ബാക്കപ്പ് പ്ലാൻസ് ഉണ്ടായിരുന്നോ? ഇപ്പോൾ സിവിൽ സർവീസ് അല്ലായിരുന്നു മാമിന്റെ ലക്ഷ്യമെങ്കിൽ വേറെ എന്തായിരുന്നു മാം ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു അശ്വിൻ. അത് ഇൻഫാക്ട് ഞാനൊരു കുറച്ച് ഒരു റിസ്കി സ്ട്രാറ്റജിയാണ് എടുത്തത്. ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഞാൻ ചെയ്തത്. അതിനുശേഷം വാഷിന് പ്ലേസ്ഡ് ആയിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് ഒരു സ്കൂൾ, അതായത് ഒരു 12th സ്റ്റാൻഡേർഡ് മുതൽ കോളേജ് ത്രൂ ഔട്ട് ഉള്ള ഒരു പാഷൻ ആയതുകൊണ്ട് I really wanted to prepare for civil services completely. ഒരു 1 or 2 years ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. സോ പ്ലേസ്മെന്റ്സിന് പോയത് വാസ് ബിക്കോസ് ഓഫ് എ കൺഫ്യൂഷൻ ഫോർ എ ബാക്കപ്പ് പ്ലാൻ. പക്ഷെ എന്നാൽ അതിനുശേഷം ഫാമിലി നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, ഫ്രണ്ട്സും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ തൽക്കാലം സിവിൽ സർവീസസ് പ്രിപ്പറേഷനിൽ മാത്രം ഫോക്കസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുക്കുകയായിരുന്നു. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് പേസ് ഓൾസോ ബിക്കോസ് ഒരുപാട് പഠിക്കാനുണ്ട്. ജോലിയോട് കൂടെ പഠിക്കുന്നത് ഇറ്റ്സ് ക്വൈറ്റ് എ ഡിഫിക്കൽട്ട് തിങ്. ഗോകുൽ അങ്ങനെയാണ് ചെയ്യുന്നത്. യു ഷുഡ് ആസ്ക് ഹിം അബൌട്ട് ഇറ്റ്. പക്ഷെ എനിക്ക് അത് വളരെ റിസ്കി ആയിട്ട് തോന്നി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഹാഫ് ഹാർട്ടഡ് ആയി പോകുമോ എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രിപ്പറേഷൻ മാത്രം ചൂസ് ചെയ്യുകയായിരുന്നു. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ്, ഇൻ കേസ് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 2-3 വർഷത്തെ ബ്രേക്കിന് ശേഷം തിരിച്ച് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് തിരിച്ചു വരിക, വിച്ച് വുഡ് ഹാവ് ബീൻ വെരി ഡിഫിക്കൽട്ട്. അത്രയും ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ അത്രയും ബ്രേക്കോട് കൂടെ തിരിച്ചു വരിക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. പക്ഷെ ഹയർ സ്റ്റഡീസിന് പോവുകയോ അതിനുശേഷം എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് തിരിച്ചു വരികയോ അങ്ങനെ ഒരു ബാക്കപ്പ് തോട്ടാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് സിവിൽ സർവീസസിനെ കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിച്ച് അതിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, റിസ്ക് എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം വേണം അങ്ങനെ ഒരു ചോയ്സ് എടുക്കാൻ എന്ന് ഞാൻ പ്രത്യേകം പറയും. അതൊരു വേ ഓഫ് പ്രിപ്പറേഷൻ. അതായത് ജോലിയോടും കൂടി എങ്ങനെ പ്രിപ്പയർ ചെയ്തു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ മാം, അത് തന്നെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ മാം കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യായിരുന്നു. ബട്ട് സാറാണെങ്കിൽ ഒരു ഐ തിങ്ക് ഇൻ BPCL ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് സാറ് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ രണ്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തായിരിക്കും സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ? എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റനിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ടേക്ക് ആയിരിക്കുമല്ലോ. കാര്യം ഒരാള് കംപ്ലീറ്റ്ലി ജോബിന്റെ കൂടെ പ്രിപ്പയർ ചെയ്ത ഒരാള് ഫുൾ ടൈം അതിന് എനർജി സ്പെൻഡ് ചെയ്താണ്. ഞാൻ ഇതിന്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് പറയാം. അപ്പം ഇൻ കേസ് ഓഫ് ഒരു ജോബിന്റെ കൂടെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഗുണം, നിങ്ങൾക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ, പിന്നെ ഈ പറയുന്ന ലൈക്ക് നിങ്ങൾക്ക് പുറത്തുള്ള പ്രഷർ ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വിൽ ബി ലെസ്. അപ്പം അതുകൊണ്ട് തന്നെ കുറെ കൂടെ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രിപ്പറേഷൻ കുറച്ചുകൂടി ടെൻഷൻ കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ഇതിന്റെ പ്രോ ആണ്. പക്ഷെ ഇതിന്റെ കോൺസ് ആയിട്ട് തോന്നുന്നത് അതിന്റെ ഒരു വേർഡിക്റ്റ് ഞാൻ അവസാനം പറയാം. ഒരു കോൺസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളൊരു വർക്കിന്റെ കൂടെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളുടെ പ്രിപ്പറേഷൻ ഹാഫ് ഹാർട്ടഡ് ആയിരിക്കും. നമുക്കൊരു ഫുൾ എനർജിയോടുകൂടി തന്നെ ആ പ്രിപ്പറേഷൻ കൊടുക്കാൻ പറ്റില്ല. ഒരു എന്താ പറയാ, നമ്മുടെ എല്ലാവർക്കും തന്നെ ഒരു 21 വയസ്സുകാരൻ അല്ലെങ്കിൽ വയസ്സുകാരിയുടെ ഡിലേമ, അതായത് ഒന്നുകിൽ 21 വയസ്സായി ഈ ഒരു ജോബ് എടുക്കണോ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാഷൻ അല്ലെങ്കിൽ കരിയർ പെർസ്യൂ ചെയ്യണോ. അപ്പോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സംഭവം ഈ ഫാക്ടറാണ്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ്, ഇപ്പോൾ ഒരു ജോബിന്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ
ഒരു റിസ്ക് എലമെന്റ് കുറവാണ് എന്നൊരു ചിന്ത നമ്മുടെ ഇടയിലുണ്ട്. ബട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ജോബിന്റെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും വീക്കെൻഡ്സും പിന്നെ അത് കൂടാതെ നമ്മുടെ നോർമൽ ഡേയിൽ വർക്ക് ടൈം കഴിഞ്ഞുള്ള സമയം മാത്രമേ പ്രിപ്പറേഷൻ വേണ്ടി കിട്ടുന്നുള്ളൂ. അത് ഇതിനകത്തൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഒരു ദിവസം എടുക്കുന്ന 24 മണിക്കൂറുള്ള ഒരു ഫ്രഷ് വീക്ക് ഡേ എടുക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും ബെസ്റ്റ് ടൈം രാവിലെ ഒരു 8 മണി മുതൽ വൈകുന്നേരം ഒരു 6-6:30 വരെയുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം നമ്മൾ ഈ ജോബിനകത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മൈൻഡ് സ്പേസ് ഏറ്റവും നല്ല ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം നമ്മൾ ഒരു ജോബിൽ യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വരുന്ന സമയം ആയിരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രിപ്പറേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ടയേർഡായിരിക്കും. പിന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ടൈം മാനേജ്മെന്റ് ആവശ്യമാണ്. കാര്യം ഇത്രയും ഒരു ലിമിറ്റഡ് ടൈം, ഒരു ദിവസത്തിൽ മാക്സിമം നിങ്ങൾക്ക് ഒരു 6 തൊട്ട് 7 മണിക്കൂർ വരെ നമുക്ക് ജോലിയും വർക്കിൻ്റെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സമയത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫെലോ കോമ്പറ്റീറ്റർ, ഈ എക്സാമിനുള്ള ഫെലോ ഒരു ആസ്പിറൻറ്റിൻ്റെ ലെവൽ ഓഫ് നോളജ് നമ്മൾ അക്വയർ ചെയ്യാൻ വേണം. അപ്പോൾ സിവിൽ സർവീസിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് ഉള്ളത് 24 hours. ലൈക്ക് ഇൻ ഡൽഹി അല്ലെങ്കിൽ സ്റ്റേറ്റ് ക്യാപിറ്റൽസ് അവർ ഇടുന്ന വർക്ക്, അവരിടുന്ന എഫേർട്ട്, അതിന് ഇക്വലന്റ് ആയിട്ട് നമ്മൾ ഈ 6 മണിക്കൂർ കൊണ്ട് പ്രിപ്പയർ ചെയ്ത് അവരുടെ കൂടെ നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഫൈനൽ ലിസ്റ്റിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സർവീസിൽ എത്താൻ പറ്റും. അപ്പോൾ അത് നോർമലി എന്നെ സംബന്ധിച്ചോളം എനിക്ക് 4 വർഷം വർക്ക് ചെയ്യേണ്ടി വന്നു BPCL. ലൈക്ക് പാരലി അതിന്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടിയിരുന്നു. അപ്പം പലപ്പോഴും എനിക്ക് ഇപ്പോൾ ഒരു ഇൻട്രോസ്പെക്ഷനിൽ ആലോചിക്കുമ്പോൾ ഞാൻ കരുതുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഒരു ന്യൂട്രൽ ഐഡിയ എന്ന് പറഞ്ഞാൽ, സോ ഇഫ് യു ബിലീവ് ഇതാണ് നിങ്ങളുടെ കരിയർ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടൊരു ബിലീഫ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഒരു 2 വർഷം 100% ഡെഡിക്കേഷനും നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ലൈക്ക് വേഴ്സ്റ്റ് കേസ്, ഇൻ കേസ് ലൈക്ക് ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും, ആഫ്റ്റർ 2 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ബാക്കപ്പിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. പക്ഷെ ആദ്യത്തെ 2 വർഷം എനിക്ക് സഡൻലി ഫീൽ ചെയ്യുന്നു നിങ്ങൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് പ്രിപ്പയർ ചെയ്യുക. ഇൻ കേസ് വേഴ്സ്റ്റ് കേസ് ഈ എക്സാമിന്റെ ഇടയിൽ ഈ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ യു ടേക്ക് ഫോർ തിങ്ക് അബൌട്ട് എ ബാക്കപ്പ്. പിന്നെ ഇറ്റ്സ് നോർമലി ഭയങ്കര ഡിഫിക്കൽട്ടാണ് വർക്കിന്റെ കൂടെ പ്രിപ്പയർ ചെയ്യാം. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു വളരെ ലാക്ക് ഓഫ് ടൈം എന്ന സംഭവം മാനേജ് ചെയ്യാനായിട്ട് പലപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, വർക്ക് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് രാത്രി ഉറങ്ങും, എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പഠിക്കും. സോ ദാറ്റ് രാവിലെയുള്ള ആ ഫ്രഷ് ടൈം പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ പലപ്പോഴും ഞാൻ വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ, ലൈക്ക് കുറച്ച് കാര്യം പഠിക്കുന്ന സംഭവം ഇറ്റ് ഷുഡ് ബി ആ സംഭവം നമുക്ക് ആ ആൻസർ പേപ്പറിൽ എത്തിക്കാൻ കഴിയുക, അല്ലെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂവിൽ എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വളരെ സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്ത് പഠിച്ചു. സോ ഇതൊക്കെയാണ് ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ്. ഹൗ ടു ഗോ അബൌട്ട്, ഇറ്റ്സ് ഓൾവേസ് എ ഡിലേമ വെദർ ടു ഗോ വിത്ത് ദ ജോബ്. അത് ഓരോ ആസ്പിറന്റ് അവരുടെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ കണ്ടീഷൻ, ബാക്കപ്പ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ആണ്. അപ്പോൾ ഓരോരുത്തർക്ക് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാൻ പറ്റില്ല. ബട്ട് ഗിവൺ എ ചാൻസ്, നിങ്ങൾക്ക് ഒരു 2 വർഷത്തേക്ക് ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു പ്രിപ്പറേഷന് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് യു ഷുഡ് ഗോ ഫോർ എ ഫുൾ ടൈം പ്രിപ്പറേഷൻ ഇഫ് യു റിയലി ബിലീവ് ദാറ്റ് ഇതാണ് നിങ്ങളുടെ കരിയർ എന്നത്. ഓക്കെ സാർ. മാം ആണെങ്കിൽ ചെയ്തിരുന്ന ഒരു ഇന്റേൺഷിപ്പിൽ നിന്നാണ് UPSC എക്സാം അപ്പിയർ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്ന ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നായിരുന്നല്ലോ. അപ്പോൾ ആ ഇന്റേൺഷിപ്പ് വെച്ചുള്ള ഓർമ്മകൾ, ആ ഇൻസ്പിറേഷൻ അല്ലെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പങ്കുവെക്കാം. അതെ, തീർച്ചയായിട്ടും. ഇൻഫാക്ട് ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനീഷ്യൽ ഇൻസ്പിറേഷൻ വാസ് ഫ്രം എ മീറ്റിംഗ്. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് കളക്ടറിനെ ജസ്റ്റ് ഒരു ഗ്ലിംസ് ഇങ്ങനെ കാണാൻ പറ്റിയ ഒരു സ്പാർക്ക്. അതിനുശേഷം ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരുപാട് അന്വേഷിച്ചു. ഞാൻ കോളേജ് ടൈമിലും പാരലലി ഇങ്ങനെ സിവിൽ സർവൻസിന്റെ വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു ഒരു ഇൻസ്പിറേഷന് വേണ്ടി. പക്ഷെ എന്നാലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരി എന്ന നിലയ്ക്ക് ഒരു IAS കാരൻ, IFS കാരൻ, IPS കാരൻ അവരുടെ ജീവിതശൈലി എന്താണ്, വർക്ക് എന്താണ് എന്നൊരു എക്സാക്ട് ഐഡിയ നമുക്ക് നമ്മൾ സിനിമയിലും പത്രത്തിലൊക്കെ കാണുന്ന ഒരു ഏകദേശ രൂപം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം കാരണം
ഞാൻ കോളേജ് തേർഡ് ഇയർ ബിടെക് തേർഡ് ഇയർ പഠിച്ചിരുന്ന സമയത്ത് നമുക്കൊരു ഇന്റേൺഷിപ്പ് പോസിബിലിറ്റി ഉണ്ടല്ലോ സെമസ്റ്റർ ബ്രേക്കിന്റെ സമയത്ത്. ആ സമയത്ത് ഞാൻ ഇതേപോലെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലും അതുപോലെ പ്ലാനിംഗ് കമ്മീഷൻ, ഇന്നത്തെ നീതി ആയോഗ്, രണ്ട് സ്ഥലത്തും ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തു. നമുക്ക് നെറ്റിൽ കൂടെ ഒരുപാട് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ രണ്ട് സ്ഥലത്തും സെലക്ഷൻ കിട്ടിയായിരുന്നു. പ്ലാനിംഗ് കമ്മീഷനിൽ ആണ് ഞാൻ പോയത്. അവിടെ എനിക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇതേപോലെ IAS അല്ലെങ്കിൽ സിവിൽ സർവൻസ്, പല പല ലെവൽസിലുള്ള ജൂനിയേഴ്സ്, സീനിയേഴ്സ്, പല ഓഫീസേഴ്സ് ആ ഒരു വർക്ക് കൾച്ചറിന്റെ ഇടയിൽ നിന്നുകൊണ്ട് അത് കാണാൻ പറ്റി. സോ ഹൗ ഡസ് ദ ഗവൺമെന്റ് ആക്ച്വലി വർക്ക്, നമുക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് എന്തൊക്കെയാണ് ട്രൂത്ത്, എന്തൊക്കെയാണ് മിത്ത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അത് ശരിക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ, അങ്ങനെ ഒരു കരിയറിനോട് എനിക്ക് താല്പര്യമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു പോസിബിലിറ്റി കിട്ടി. സോ അവിടെ ഇതേപോലെ ഓരോ സ്റ്റേറ്റ്സും അവരുടെ പ്ലാൻസ് കൊണ്ടുവരുന്നു, അത് പ്ലാനിംഗ് കമ്മീഷനായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ആ ഒരു പ്രൊസീജിയർ, എങ്ങനെയാണ് ബ്യൂറോക്രസി ശരിക്കും വർക്ക് ചെയ്യുന്നത്, അതൊക്കെ ആ ഒരു സമയത്ത് ഒരു വലിയൊരു എക്സ്പോഷർ ആയിരുന്നു. സോ അത് വീണ്ടും എൻ്റെ ആ ഒരു പാഷനെ സ്ട്രെങ്തൻ ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. മാത്രമല്ല ഡൽഹിയിലായിരുന്നു ഈ ഇന്റേൺഷിപ്പ്. ആ സമയത്ത് ഡൽഹിയിലെ കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയുണ്ട്, അന്ന് ഇതേപോലെ ഓൺലൈൻ കോഴ്സസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. സോ അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനും അതിനുള്ള പോസിബിലിറ്റീസ്, നമുക്ക് താമസം അല്ലെങ്കിൽ ഇതൊരു സ്കോപ്പ് ഉണ്ടോ, ഇത് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയാ ഒരു എഫേർട്ട് ആയിരുന്നു എന്ന് വേണം പറയാൻ. സോ 2 in 1 ആയിരുന്നു. എന്താണ് ഈ ജോലി, അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിലായിരുന്നു അത് ചെയ്തത്. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കൊരു പാഷൻ തോന്നുന്നത് ചെറിയൊരു സ്പാർക്കിലായിരുന്നു. പക്ഷെ അതിന്റെ റിയൽ എലമെന്റ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് ആസ് മച്ച് ആസ് പോസിബിൾ നമ്മളെ അതിനോട് എക്സ്പോസ് ചെയ്യുക, അതിനെപ്പറ്റി കൂടുതൽ വായിക്കുക, അത് കൂടുതൽ മനസ്സിലാക്കുക. നമുക്ക് പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി വിസിറ്റ് ചെയ്യുക. ആൻഡ് സ്റ്റിൽ ഇഫ് വി ഫീൽ മോർ പാഷനറ്റ് അബൌട്ട് ഇറ്റ്, അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഡിസൈഡ് ടു ഗോ അഹെഡ് വിത്ത് ഇറ്റ്. അതായിരുന്നു ആ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ്. അതെ മാം, കറക്റ്റാണ്. നമ്മൾ ഒരിടത്തുനിന്ന് വായിച്ച് മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ബെനിഫിഷ്യൽ നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കുന്നതിന് ഈ ഇന്റേൺഷിപ്പ് അത് തന്നെയല്ലേ സഹായിച്ചത്? തീർച്ചയായിട്ടും. പിന്നീട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് ഒരുപാട് ടൈമിൽ നമുക്കൊരു സെൽഫ് ഡൗട്ട് വരും. എസ്പെഷ്യലി നമ്മളൊരു ജോലി ചെയ്യാതെ ഫുൾ ടൈം പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പല സമയത്തും നമ്മൾ ചെയ്തത് ശരിയാണോ, നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നൊക്കെ ഒരു സെൽഫ് ഡൗട്ട് വരും. ആ സമയത്തൊക്കെ ഈ ഇന്റേൺഷിപ്പ് മെമ്മറീസ് അതൊക്കെ നമുക്കൊരു വളരെ പ്രചോദനകരമായ ഓർമ്മകളായിട്ട് വരും. സോ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഇസ് ഓൾവേസ് മച്ച് മോർ worth than what we see through the YouTube or we read from a book. So internship opportunities വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക, എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് സെമസ്റ്റർ ബ്രേക്കിന് ടൈമിൽ. ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്, ഗോ ഫോർ ഇറ്റ്. യെസ് മാം. സർ, ഗോകുൽ സർ, സാറിന്റെ ഡിപ്ലോമാറ്റ് ആവാനുള്ള ഇൻസ്പിറേഷൻ, അത് പ്രേരിപ്പിച്ച കാര്യം എന്താണെന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും അഹല്യ. ഇതില് നോർമൽ ഏതൊരു സാധാരണ ഒരു നോർമൽ സ്റ്റുഡന്റിനെ പോലെ ലൈക്ക് ഫസ്റ്റ് ഇൻസ്പിറേഷൻ എപ്പോഴും നമ്മുടെ മുന്നിൽ കാണുന്നത്. അപ്പം അതിൽ ഉദാഹരണത്തിന് ഇപ്പം ഫേമസ് ഡിപ്ലോമാറ്റ്സ് ആയ ഇപ്പം TP ശ്രീനിവാസൻ സർ, അല്ലാതെ ഫോറിൻ സെക്രട്ടറീസ്, അങ്ങനെ ഒരുപാട് പേർ ആ ഒരു സമയത്തിൽ അന്നത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ ചർച്ചകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ വ്യക്തികളിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ പറയുകയാണെങ്കിൽ ഒന്ന് ഈ പറയുന്ന അന്താരാഷ്ട്ര കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസിനോടുള്ള ഒരു പൊതുവായ താല്പര്യം. പൊതുവെ ഇത്തരം പരിപാടികളൊക്കെ ഞാൻ പണ്ട് മുതലേ കണ്ടിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വിഷയത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, അതിൽ തന്നെ വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പറയുന്ന ഫോറിൻ സർവീസിൽ കൂടെ അത് നമുക്ക് അത്തരം ഒരു താല്പര്യം ചാനൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഒരു സ്കൂൾ കുട്ടിക്കാലം മുതൽ തന്നെ ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ വന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്, നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന കാരിയർ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞോട്ടെ, എനിക്ക്
എല്ലാരെയും കൂടെ ഒരു ഇവിടെ നമ്മുടെ ലിസണേഴ്സ് എല്ലാരെയും തന്നെ ഒരു സിവിൽ സർവീസ് മോൾഡിലേക്ക് വെച്ച് മോൾഡ് ചെയ്യാനുള്ള താല്പര്യമില്ല. എല്ലാവർക്കും വ്യത്യസ്തമായ ടാലന്റുകളുണ്ട്. അപ്പം അവരവരുടെ ടാലന്റുകൾ മനസ്സിലാക്കി അവരവരുടെ മേഖലകൾ മനസ്സിലാക്കാം. അപ്പം സോ അപ്പം ഒരിക്കലും ഈ ഒരു ഡിസ്കഷൻ കാരണം എല്ലാവരെയും ഞാൻ ഒരിക്കലും സിവിൽ സർവീസിലോട്ടോ ഫോറിൻ സർവീസിലോട്ടോ ഒന്നും ചാലില്ല. നിങ്ങളുടെ പാഷൻ ഏത് മേഖലയാണ് ആ മേഖലയിൽ നിങ്ങൾ എക്സൽ ചെയ്യാൻ ശ്രമിക്കുക. സോ അതിൽ എന്നെ സംബന്ധിച്ച് ഓക്കെ. സോ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന കരിയർ നിങ്ങളുടെ ഹോബീസ് ആയിരിക്കണം. അപ്പം എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് പുതിയ കൾച്ചേഴ്സിനെ കുറിച്ച് അറിയാൻ ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, ഈ പറയുന്ന ഒരു നൊമാഡിക് ലൈഫ് ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ അന്താരാഷ്ട്ര റിലേഷൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസിലും കുറിച്ച് വായിക്കാനും അതിൽ വർക്ക് ചെയ്യാനും, അപ്പോൾ ഇതെല്ലാം കൂടെ സ്യൂട്ട് ചെയ്യുന്ന ഒരു കരിയർ ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ഈ എക്സാം എഴുതുന്നതിനെ കുറിച്ച് എനിക്ക് ഒരു സ്കൂൾ കാലങ്ങളിലുള്ള ചെറിയൊരു സിവിൽ സർവീസിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കോളേജ് ആയതോടുകൂടി അത് ശക്തമായി ഫീൽ ചെയ്തു. സോ അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ കോളേജിലെ 4th ഇയർ കഴിയുമ്പോൾ തന്നെ ഇറങ്ങി ഒരു 15 ദിവസം കഴിയുമ്പോൾ തന്നെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി. സോ ദാറ്റ്സ് ഹൗ ഈ പറയുന്ന സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അറ്റംപ്റ്റ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ സർ. സാറിൻ്റെ സ്കൂളുകളിലും കോളേജുകളിലും ചെയ്ത അല്ലെങ്കിൽ ഏർപ്പെട്ട ഏതെങ്കിലും കോ കരിക്കുലർ ആക്ടിവിറ്റീസ് സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ഞാൻ പഠിച്ചിരുന്നത് NIT കാലിക്കറ്റിലായിരുന്നു. അപ്പം അവിടുത്തെ 2-3 ഇവിടുത്തെ ഈ ടെക്നിക്കൽ ക്ലബുകളിലൊക്കെ ഞാൻ പങ്കെടുത്തായിരുന്നു. അതായത് ISTയുടെ ഒരു ക്ലബുണ്ട്. അപ്പം അതിൻ്റെ എനിക്കൊന്ന് സെക്രട്ടറി ആയിരുന്നു 4th ഇയറിൽ. അതിൻ്റെ കുറേ ആക്ടിവിറ്റീസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അത് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ അസോസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ പങ്കെടുത്തു. ബട്ട് ഒരു ജനറൽ ഈ പറയുന്ന ലീഡർഷിപ്പ് എബിലിറ്റീസും ഒരു ഈവന്റ് ഓർഗനൈസിങ് സ്കിൽസും പലപ്പോഴും ഇതിൻ്റെയൊക്കെ യൂസ് വരുന്നത് നിങ്ങളൊരു ജോബിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഒരു സിനേറിയോ കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ളത് എപ്പോഴും തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കൂടാതെ ജനറലി നിങ്ങൾ ഇത്തരം ഒരു എന്തെങ്കിലും ഒരു ക്ലബിലോ ഓർഗനൈസേഷനോ ഒക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ തന്നെ പ്രൊഫഷണൽ സ്കിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങൾ പല ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. സോ നിങ്ങൾ ഇറ്റ്സ് എ ബെറ്റർമെന്റ് ഓഫ് എ പേഴ്സൺ ആണ് ഈ ഒരു ജനറൽ ആക്ടിവിറ്റീസിലൂടെ സംഭവിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഞാൻ എൻകറേജ് ചെയ്യും ടു ഓൾ മൈ ഫ്രണ്ട്സ് ഇൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ, നിങ്ങൾ ഇത്തരം ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക. സോ ദാറ്റ് യു യുവർസെൽഫ് ആർ ബെറ്ററിങ്. നിങ്ങൾ ഒരുപാട് ആളുകളുടെ വ്യൂസ് കേൾക്കുന്നു, അതുപോലെ നിങ്ങളുടെ വ്യൂസ് മറ്റുള്ളവർ കേൾക്കുന്നു. അതുവഴി ഇറ്റ്സ് ലൈക്ക് എ ക്യുമുലേറ്റീവ് പോസിറ്റീവ് എഫക്റ്റ്. അതെ സർ, നമ്മൾ ഇതിൽ നിന്ന് നമ്മളെ തന്നെ അപ്സ്കില്ല് ചെയ്യാനും പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ സർ? തീർച്ചയായും. കൂടെ നമ്മുടെ തന്നെ പലപ്പോഴും പല ക്വാളിറ്റീസ് നമ്മളുടെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു, നമ്മളുടെ ചില ബിഹേവിയർ മാനറിസംസ് ഇത്തരം കാര്യങ്ങൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ അല്ല എന്ന് നമ്മൾക്ക് തന്നെ ഒരു അറിവ് കിട്ടുന്നു. അതിൽ നിന്ന് ചില കാര്യങ്ങൾ അൺലേൺ ചെയ്യാൻ പോലും ഇത്തരം ആക്ടിവിറ്റീസ് നമ്മളെ സഹായിക്കുന്നു. മോർ ദാൻ ലേണിംഗ്. അതെ സർ, കറക്റ്റ്. അതിനകത്ത് എനിക്ക് കുറച്ച് പോയിന്റ്സ് കൂടെ ആഡ് ചെയ്യാനുള്ളത്, അതായത് നമ്മള് പ്രിപ്പറേഷന്റെ മുന്നേ, അതായത് നമ്മൾ സ്കൂളിലും കോളേജിലും നമ്മുടെ ഫോർമേറ്റീവ് ഇയേഴ്സിൽ ആസ് മച്ച് ആസ് പോസിബിൾ നമ്മളുടെ സൊസൈറ്റി ആയിട്ട് ഇടപെടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി നൈസ് തിങ്. എസ്പെഷ്യലി ഈ നാഷണൽ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ അതുപോലെയുള്ള NGOസിന്റെ ആക്ടിവിറ്റീസ്. ഞാൻ മേക്ക് എ ഡിഫറൻസ് എന്നുള്ള ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെയൊക്കെ നമ്മൾക്ക് നമ്മുടെ സൊസൈറ്റിയിലുള്ള മറ്റ് ആൾക്കാരുടെ വ്യൂ പോയിന്റ്സ് അല്ലെങ്കിൽ അവരുടെ ജീവിത സിറ്റുവേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊരു ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂ, നമ്മളുടെ തോട്ട് പ്രോസസ്സ് വൈഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. എസ്പെഷ്യലി സിവിൽ സർവീസ് പോലത്തെ ഒരു കരിയറിൽ നമ്മൾ സൊസൈറ്റി ആയിട്ട് ഒരുപാട് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് തരുന്നത്. സോ മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ആലോചിക്കാൻ പറ്റുന്ന ഇതുപോലുള്ള എക്സ്പീരിയൻസ് നമുക്ക് നേരത്തെ നേടാൻ സാധിക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി നൈസ്.
രണ്ടാമതൊരു കാര്യം വിച്ച് ഈസ് ഈവൻ പ്രോബബ്ലി ഇന്ന് അത് ഒരുപാട് പോപ്പുലർ ആയിരിക്കും, ഈ ഓൺലൈൻ കോഴ്സസ് ആൻഡ് ക്ലാസ്സസ് വരുന്നുണ്ടല്ലോ, പറയാറുണ്ട് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. അപ്പം ആ സമയത്ത് ഇറ്റ് വാസ് ജസ്റ്റ് ദ ബിഗിനിങ്, അധികം ആൾക്കാരൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇറ്റ്സ് എ ഹോൾ ന്യൂ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഏത് ലുക്ക് ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ ഏത് കോർണർ ഓഫ് ദ വേൾഡ് ആണെങ്കിൽ പോലും ലോകം മുഴുവൻ നമുക്ക് ഒരു വലിയ പോസിബിലിറ്റി ആയിട്ട് തുറന്നു തരുന്ന ഒരു കാര്യമാണ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. സോ നമ്മൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഏരിയാസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി വളരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റീസും പ്രഗത്ഭരായ ടീച്ചേഴ്സും ഒക്കെ എടുക്കുന്ന ഒരു മൾട്ടിനാഷണൽ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. പല കോഴ്സസും ഫ്രീ ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വുഡ് ഓൾസോ ബി എ വെരി നൈസ് തിങ്. പിന്നെ തേർഡ്ലി നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള ഇന്റേൺഷിപ്സ്, ഇങ്ങനെ നമ്മളുടെ കോഴ്സ് സിലബസ് അങ്ങനെയുള്ള ആ ഒരു ലോകത്തിൽ ഒതുങ്ങി കൂടാതെ ആസ് മച്ച് ആസ് പോസിബിൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി നൈസ്. അതെ മാം, ഈ ഒരു കോവിഡ് വന്നതിന് ശേഷം എസ്പെഷ്യലി ഈ ഓൺലൈൻ കോഴ്സസ് വന്നതിന് ശേഷം കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴത്തെ സ്റ്റുഡൻസിനും കിട്ടുന്നുണ്ട്. പിന്നെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. ഈ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യും എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം ഒക്കെ നീണ്ട ഒരു ടാസ്ക് ആണല്ലോ. അപ്പോൾ ആ സമയത്ത് മാം എങ്ങനെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്തുമായി ഡീൽ ചെയ്തിരുന്നത്? ലൈക്ക് അത്രയും നീണ്ട ഒരു കാലത്ത് ഈ സ്ട്രെസ്, ആൻസൈറ്റി, അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് മാം എങ്ങനെയാണ് ഡീൽ ചെയ്തത്? അതെ, സിവിൽ സർവീസിന്റെ പരീക്ഷയുടെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന അറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് പറയാം. 3 സ്റ്റേജസ് ഉള്ളത്: പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. ഈ 3 പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരണമെങ്കിൽ the whole process takes 1 year approximately. സോ പരീക്ഷയ്ക്ക് തന്നെ 1 വർഷം എടുക്കും. പരീക്ഷയ്ക്ക് മുൻപേ ജനറലി നമ്മൾ ഏകദേശം 1 വർഷത്തോളം പഠിക്കും. അങ്ങനെ ഒരു അറ്റംപ്റ്റ് നൽകാൻ നമ്മൾ 2 വർഷം ഇനീഷ്യൽ പ്രിപ്പറേഷന് ശേഷമാണ് ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. സോ ഇറ്റ്സ് എ വെരി ലോങ് പീരീഡ് ഓഫ് ടൈം. ആൻഡ് നമ്മളൊരു ഫുൾ ടൈം പ്രിപ്പറേഷൻ എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് എടുക്കുന്നതെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ ലോട്ട് ഓഫ് സ്ട്രെസ്. കാരണം നമ്മളുടെ കൂടെ പാസ് ഔട്ട് ആയ ആൾക്കാർ ഇപ്പം നല്ല ജോലി, അവര് ഒരുപാട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അവര് ബൈക്ക് മേടിക്കുന്നു, കാറ് മേടിക്കുന്നു, ചില ആൾക്കാര് വീട് ഒക്കെ മേടിക്കാനുള്ള പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ നമ്മൾ ഇപ്പോഴും ആ ഒരു പാസ് ഔട്ട് ആയ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ്. സോ ഓൾ ദിസ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് പ്രഷർ. പലപ്പോഴും നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളോട് ചോദിക്കും, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇതിനൊക്കെ പോയി ഇറങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് പല ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് എസ്പെഷ്യലി നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റില് ഒരു എന്താ പറയാ ഒരു തിരിച്ചടി അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ then it becomes a real serious trouble. നമ്മുടെ മനസ്സിൽ അതൊരു വല്ലാത്തൊരു പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരും. നമ്മൾ ചൂസ് ചെയ്ത പാത്ത് കറക്റ്റ് ആണോ, അതോ നമ്മൾ നമ്മളെ തന്നെയും നമ്മളുടെ ഫാമിലിയും ഒക്കെ ഒരു വളരെ വലിയ റിസ്കിലോട്ട് ഇടുകയാണോ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡൗട്ട്സ് വരും. ഇറ്റ്സ് വെരി നോർമൽ. And let me say it's very normal. ഈ പരീക്ഷ പ്രോസസ്സിൽ കൂടെ പോകുന്ന എല്ലാ ആൾക്കാർക്കും ഈ സ്ട്രെസ് കുറച്ച് അല്ലെങ്കിൽ കൂടുതൽ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു in my personal case my family was a very big factor in stress relief. ഞാൻ പ്രിപ്പയർ ചെയ്തത് പുറത്തായിരുന്നു, അതായത് ഡൽഹിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ സൊസൈറ്റൽ പ്രഷേഴ്സ് അത്യാവശ്യം കുറവായിരുന്നു. Because I was not exposed to it. ഇപ്പം നെയ്ബേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ പറയുന്ന എന്തെങ്കിലും കമന്റ്സ് ഉണ്ടാകുന്നത് അത് എന്നിൽ നിന്ന് വരുന്നതെന്നും ബഫർ ചെയ്തത് എന്റെ ഫാമിലിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ദാറ്റ് വാസ് വൺ ഫാക്ടർ. ആൻഡ് സെക്കൻഡ്ലി ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഐ വാസ് മോർ ഓർ ലെസ് ലൈക്ക് എ ഹെർമിറ്റ്. അതായത് ഐ വാസ് കട്ട് ഓഫ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ്. ഇപ്പം വാട്സാപ്പ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് ഫേസ്ബുക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ കുറെയൊക്കെ ഡിസ്കണക്ട് ആയി. ഐ വാസ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ദ പ്രിപ്പറേഷൻ. ഒരു ഫുൾ എനർജി ഈ ഒരു കാര്യത്തിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്ത ആ ഒരു സ്ട്രാറ്റജി ആയിരുന്നു എനിക്ക് ഉണ്ടാകുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഹാഡ് എ ഫ്യൂ ഫ്രണ്ട്സ്. ഇപ്പം നമ്മുടെ കോളേജിലുള്ള 1-2 കൂട്ടുകാര്, സ്കൂളിലുള്ള 1-2 ആൾക്കാര്, അങ്ങനെ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, പോസിറ്റീവ് റെസ്പോൺസ്, ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്, നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്.
ആ ഒരു സപ്പോർട്ട് എപ്പോഴും അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഒരു സെൽഫ് ഡൗട്ട് വരുന്ന സമയത്ത് നമുക്ക് ടേൺ ടു, അല്ലെങ്കിൽ നമുക്ക് ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ നീ ടെൻഷൻ അടിക്കണ്ട എന്ന് നമ്മളോട് പറയാൻ പറ്റുന്ന ഒരു ചെറിയ സ്മോൾ ഗ്രൂപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഇറ്റ് കുഡ് ബി എനിവൺ, കുഡ് ബി ഫാമിലി, ഫ്രണ്ട്സ്, അതിപ്പോ ഒരാളാവാം 5 പേരാവാം. പക്ഷേ ഇറ്റ്സ് വെരി നെസസറി ടു ഗോ ത്രൂ ദിസ് പീരിയഡ്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോ നമ്മള് ഡൗട്ട്ഫുൾ ആവുമ്പോ ഇപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. കേസ് വി ക്യാൻ ക്ലിയർ. അത് കഴിയുമ്പോൾ നമ്മളിപ്പം സിവിൽ സർവീസസ് ക്ലിയർ ചെയ്ത ആൾക്കാരുടെ ഒരുപാട് ഫോട്ടോസോ ടോക്സോ ഒക്കെ കാണുമ്പോൾ നമുക്ക് അതൊരു മോട്ടിവേഷൻ ആയിട്ട് തോന്നും. സോ അങ്ങനെ ഞാൻ ഇൻഫാക്ട് ഒരു ചെറിയ കളക്ഷൻ തന്നെ എനിക്ക് ഉണ്ടായിരുന്നു, വിച്ച് വാസ് ഞാൻ സ്കൂളിൽ മുതൽ കുറച്ച് കളക്ട് ചെയ്യുന്ന ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒക്കെ. അപ്പൊ ആ സമയത്ത് അങ്ങനെ വളരെ ഡൗൺ ആയിട്ടുള്ള സമയത്ത് ഞാൻ അതിരുന്ന് കാണും. അപ്പൊ വീണ്ടും ഒരു മോട്ടിവേഷൻ തോന്നും. അങ്ങനെ സോ the point is have a backup, have a motivation strategy, because it's sure നമ്മള് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ദിവസം നമ്മളൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ സഞ്ചരിക്കേണ്ടി വരും. അന്ന് നമുക്ക് എങ്ങനെ ഈ സ്ട്രെസ് ബസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഇപ്പൊ തന്നെ നമ്മളൊരു മെത്തേഡ് കണ്ടുപിടിച്ചിരിക്കാം. ഫൈൻഡ് എ ഫ്യൂ പീപ്പിൾ ഹു ആർ പോസിറ്റീവ്, ഫൈൻഡ് എ ഫ്യൂ തിങ്സ് ദാറ്റ് വിൽ മോട്ടിവേറ്റ് യു ആൻഡ് ഓൾവേസ് ഗോ ടു ദാറ്റ്. ഓക്കെ മാം, ഇപ്പോൾ കോവിഡിൻ്റെ ഒക്കെ ടൈം കൂടിയാണല്ലോ, അതുകൊണ്ട് പല സ്റ്റുഡൻസും വളരെയധികം സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. മാം ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ അവർക്കൊക്കെ സഹായമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ നിന്ന് ദൂരെ നിൽക്കുമ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ദാറ്റ് വി കീപ് ഇൻ ടച്ച്. നമ്മൾ പലപ്പോഴും ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് വളരെ ഹാപ്പി ആയിട്ട് തോന്നുന്ന ആൾക്കാരാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഹാപ്പി ഫേസസ് ഉള്ള ആൾക്കാരാണെങ്കിലും നമ്മളുടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റിയ 1-2 പേര് എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ് മാം. സർ, ഞാൻ ചോദിക്കാൻ വന്നത് എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരുന്നല്ലോ, അപ്പം അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രൊഫഷണൽ ലൈഫിൽ പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കോപ്പ് എന്താണ്? അഹല്യ, ആസ് എ സിവിൽ സർവൻറ്റ്, അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ നേപ്പാളുമായിട്ടുള്ള റിലേഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിനകത്ത് ഒരു കമ്പോണൻറ്റ് ഞാൻ എന്താണെന്ന് പറയാം, അത് പവർ സെക്ടർ കോർപ്പറേഷൻ ആണ്. അപ്പോൾ അതൊരു ഹൈലി ടെക്നിക്കൽ സബ്ജക്റ്റ് ആണ്. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, ബട്ട് സ്റ്റിൽ കുറച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബേസിസ് ഉണ്ട്. അപ്പം പലപ്പോഴും അപ്പം ഈ പവർ സെക്ടറിലുള്ള കാര്യങ്ങളും ഈ വോൾട്ടേജ്, പിന്നെ പവറിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ കുറച്ച് നമ്മുടെ നോർമൽ ഡിസ്കഷൻസിലൊക്കെ വരും. അപ്പം ഇത്തരം ഒരു ബേസിക് നോളജ് ഉള്ളത് തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആസ് എൻ എഞ്ചിനീയർ ലാർജ്ലി നമുക്ക് പലപ്പോഴും ഈ കോളേജസിൽ കിട്ടുന്ന ഒരു തരം ട്രെയിനിങ്, ലൈക്ക് ഒരു ടു മീറ്റ് എ ടാർഗറ്റ്, ഒരു ഡെഡ് ലൈൻസ് വെച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഒരു ഓർഗനൈസ്ഡ് വേ ഓഫ് അപ്രോച്ചിങ് ലാർജർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ, ഇതൊക്കെ ലാർജ്ലി നമ്മുടെ കരിക്കുലത്തിലൂടെ നമ്മൾ തന്നെ അറിയാതെ ഡെവലപ്പ് ചെയ്യുന്ന സ്കിൽസ് ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് ലൈക്ക് സിവിൽ സർവീസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് എഞ്ചിനീയറിംഗ്. അപ്പോൾ അത് കൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ ഇത് കൂടാതെ ഒരു എഞ്ചിനീയർ എന്ന രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു, വിച്ച് പലപ്പോഴും ആർട്സ് സബ്ജക്റ്റിലുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ഒരു എഞ്ചിനീയർ എന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അതും നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. സോ ഓവറോൾ ഒരു എഞ്ചിനീയർ എന്ന രീതിയിൽ ചിലപ്പോൾ ഒരു എഡ്ജ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ദർ ആർ കേസസ് വേർ എനിക്ക് ഈ നോർമൽ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും. അപ്പം സോ ഒരു സ്പെസിഫിക് എഡ്ജ് കിട്ടിയിട്ടില്ല, ബട്ട് ഓവറോൾ യു യു ക്യാൻ മാനേജ് സ്റ്റഫ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വൺ ഇമ്പോർട്ടന്റ് തിങ് ദാറ്റ് കൻ നോട്ടീസ് ഇസ് ഈ ഓരോ വർഷം പോകും തോറും കൂടുതൽ എഞ്ചിനീയർമാർ സിവിൽ സർവീസിലേക്ക് ടേൺ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ബാച്ച് ഓഫ് ഡിപ്ലോമാറ്റ്സിന്റെ ഫോറിൻ സർവീസസിൽ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് മോർ ദാൻ ഹാഫ് ഓർ മോർ ദാൻ 60% ആർ എഞ്ചിനീയേഴ്സ്. അപ്പം എനിക്ക് തോന്നുന്നു എഞ്ചിനീയേഴ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയേഴ്സിന് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് സിവിൽ സർവീസസ്. അങ്ങനെ കരുതി ആരും കൺഫ്യൂഷൻ ആകും എഞ്ചിനീയറിംഗ് സബ് എന്നൊക്കെ കരുതി നമ്മൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എഞ്ചിനീയേഴ്സിന് പറ്റുന്ന ഒരു കാര്യമാണ്. കൂടുതൽ എഞ്ചിനീയേഴ്സ് ഇതിൽ സക്സസ്ഫുൾ ആയി വരുന്നത്.
അതെ മാം. മാം പിന്നെ നമ്മൾ എന്ത് നോളജ് നമ്മൾ കൊച്ചിലെ തൊട്ട് പഠിച്ച എന്ത് നോളജ് എപ്പോഴെങ്കിലും നമുക്ക് പ്രയോജനപ്പെടു പ്രയോജനപ്പെട്ടിട്ടേ ഉള്ളൂ അല്ലേ സർ? നമ്മൾ എന്ത് പഠിച്ചാലും അതൊക്കെ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം നോളജ് ഒരിക്കലും അത് വെയിനായിട്ട് പോകത്തില്ല അല്ലേ സർ? അബ്സല്യൂട്ട്ലി സി നമ്മുടെ ഇറ്റ്സ് എ ലൈഫ് ലോങ് ലേണിംഗ്. നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു കാര്യവും ഇല്ല എന്ന് കാണുന്ന പല വിഷയങ്ങൾ നമ്മൾ നമ്മുടെ കരിക്കുലത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പല രീതിയിൽ പല സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്. നമ്മൾ കോളേജിൽ ഒരു എൻവയോൺമെന്റൽ സയൻസ് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ 11-12 ബയോളജിയിൽ എക്കോളജിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ മൈൻഡ് ബി കുറച്ച് നാൾ ഒരു 20-30 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ നിങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്ക് ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെയോ എൻവയോൺമെന്റിനെ കുറിച്ചായിരിക്കാം. ബട്ട് ചിലപ്പോൾ അന്നായിരിക്കാം ഇത് യൂസ് ചെയ്യുന്നത്. ബട്ട് ഒരു ബേസിക് നോളജ് വിറ്റ് ഓൾവേസ് കീപ് ഹെൽപ്പിംഗ് യു. എൻ്റെ വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ചായാലും ശരി, 4 വർഷം ഞാൻ വർക്ക് ചെയ്തു. സോ പാരലി അന്ന് ചെയ്ത ആ വർക്ക് എക്സ്പീരിയൻസ് ഇനി ഇപ്പോഴത്തെ ജോബിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഡയറക്ട്ലി ആ ഗെയിൻ ചെയ്ത ടെക്നിക്കൽ നോളജ് ഹെൽപ്പ് ചെയ്തില്ല. ബട്ട് നിങ്ങൾ പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ഒരു ഓർഗനൈസേഷൻ സ്കിൽസ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങളെ പലപ്പോഴും പല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ ഒരിക്കലും ഇൻ കേസ് ഫോർ സിവിൽ സർവീസ് ആസ്പിറൻസ് ഹു ഡിഡ്ന്റ് ക്രാക്ക് ഇറ്റ്, അവരെ സംബന്ധിച്ചോളം പോലും ഈ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ 1 വർഷമോ അല്ലെങ്കിൽ ചില ആളുകൾ 4 വർഷമൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഈ പ്രിപ്പയർ ചെയ്യുന്ന ഈ കാലയളവിൽ കിട്ടുന്ന നോളജ് പോലും ഇൻ കേസ് യു കാൺ ക്ലിയർ ഇറ്റ്, അത് ഇറ്റ്സ് ആൻ അസെറ്റ്. നിങ്ങൾ കാണാത്ത ഒരുപാട് ആസ്പെക്ട്സ്, ഇത്രയും നാൾ പഠിക്കാത്ത പല ആസ്പെക്ട്സ്, ഇതൊക്കെ നിങ്ങൾ ആ ഒരു 4 വർഷത്തിനുള്ളിൽ ഗ്രാബ് ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പലപ്പോഴും പല ആളുകളും അത് എയ്ഡ് ചെയ്തതായിട്ട് അവരെല്ലാം എന്നോട്, എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. സോ ഒരിക്കലും എവറിഥിങ് ലൈക്ക് നിങ്ങൾ പഠിക്കുന്ന എല്ലാം തന്നെ പല രീതിയിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ കീപ് ഒരു പോസിറ്റീവ് മൈൻഡ്സെറ്റോടുകൂടി മുന്നോട്ട് പോകും. സാറ് മുമ്പേ സാറിന്റെ കൈറോയിൽ വെച്ചിട്ടുള്ള സിവിൽ സർവീസ് ട്രെയിനിങ് കാലത്തെ അനുഭവങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ മാമിന്റെ ട്രെയിനിങ് കാലത്തെ അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ട്രെയിനിങ്ങിന് ശേഷം ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി വന്നത് ഫ്രാൻസിലോട്ടാണ്, ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി. ഇവിടെ ഗോകുല് പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ്ലി ഒരു പുതിയ ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കമ്പനി. ഇംഗ്ലീഷ് ചെറിയ രീതിയിലൊക്കെ സംസാരിക്കുകയും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഫ്രാൻസ് അല്ലെങ്കിൽ പാരീസ്. അതുകൊണ്ട് അത്രയും ഒരു കൾച്ചറൽ ഷോക്ക് അല്ലെങ്കിൽ ലാംഗ്വേജ് ഷോക്ക് എനിക്കുണ്ടായില്ല. ബട്ട് ഓൺ ദ അതർ ഹാൻഡ്, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഫ്രഞ്ചുകാർ വളരെ ഒരു റൂഡാണെന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ജനറലി ഉണ്ട്. പക്ഷെ ഈ ലാംഗ്വേജ് പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇറ്റ്സ് എ കൾച്ചറൽ ഡിഫറൻസ് ആക്ച്വലി. അപ്പോ ഈ ഭാഷ പഠിച്ചു വരുമ്പോൾ നമ്മൾ കുറച്ചൊരു എഫേർട്ട് ഇട്ട് ഒരു ഹലോ അല്ലെങ്കിൽ താങ്ക് യു അങ്ങനെയൊക്കെ അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ദേ ബിക്കം വെരി ഹാപ്പി. ആൻഡ് അങ്ങനെ ഒരു ഓപ്പൺ അപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത്. അപ്പൊ ഒരു പുതിയ കൾച്ചർ, ലാംഗ്വേജ്, ഫുഡ്, മ്യൂസിക് എല്ലാം തുറന്നു വരുന്ന ഒരു അനുഭവമാണ് ആ ഒരു ലാംഗ്വേജ് ട്രെയിനിങ് പീരീഡിൽ നമുക്ക് ഉണ്ടാവുന്നത്, വിച്ച് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് those are some of the good best memories that I have. അതിനുശേഷം എനിക്ക് ഇവിടെ ഹയർ സ്റ്റഡീസ് പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിച്ചു. ആ സമയത്ത് കുറച്ചും കൂടി ഒരു റൂറൽ ഏരിയയിലൊക്കെ പോകുവാനും അവിടെ താമസിച്ച് അവിടെയുള്ള ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ സാധിച്ചു. സോ അങ്ങനെയൊക്കെ വരുമ്പം ഇന്ത്യയെ കുറിച്ച് അവരോട് സംസാരിക്കാനും വെരി ക്യൂരിയസ് അബൌട്ട് ഇറ്റ്. കാരണം പലപ്പോഴും പല ആൾക്കാരും ഇന്ത്യയിലോട്ട് വരികയോ അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മളോട് അവർക്കുള്ള ഒരു ക്യൂരിയോസിറ്റിയും നമ്മൾക്ക് അവരോടുള്ള ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു എക്സ്ചേഞ്ച് ഇറ്റ് ബിക്കംസ് വെരി ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാനും ഒക്കെ നമുക്ക് സാധിക്കും, വിച്ച് ഇസ് വെരി നൈസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ വെജിറ്റേറിയനിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് വളരെ കുറവാണ്. മിക്കവാറും എല്ലാവരും നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണ്. സോ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി വെജിറ്റേറിയൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് പോസിബിൾ ദാറ്റ് അവരുടെ നോൺ വെജ് ഫുഡിൽ നിന്ന് അവർ ആ ഒരു ചിക്കന്റെ കഷ്ണം അല്ലെങ്കിൽ മീനിന്റെ കഷ്ണം എടുത്ത് മാറ്റിയിട്ട് ഇതൊരു വെജിറ്റേറിയൻ ഫുഡ് ആണല്ലോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്ക് തന്നേക്കാം. സോ ഇറ്റ്സ് ഓൾ എ കൾച്ചറൽ ഡിഫറൻസ്. സോ അങ്ങനെയുള്ള പല പല രസകരമായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും വി ഗെറ്റ് ലോസ്റ്റ്
പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും. കാരണം ഫ്രഞ്ചും ഇംഗ്ലീഷും സിമിലർ ലാംഗ്വേജസ് ആണല്ലോ. അപ്പം പല വാക്കുകൾക്കും ചെറിയ ഒരുപോലെയാണ് ശബ്ദമാണെങ്കിലും അതിന്റെ മീനിങ് വളരെ വ്യത്യസ്തമായിരിക്കും. സോ അങ്ങനെയുള്ള ഒരുപാട് കൗതുകകരമായ സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാവും. അതിൽ കൂടെയൊക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ ആ ലാംഗ്വേജ് മനസ്സിലാക്കുകയും ആ സ്ഥലത്തെ കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യും. സോ ദാറ്റ് വാസ് മൈ എക്സ്പീരിയൻസ്. ഓക്കെ മാം. സർ, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സമയത്ത്. അപ്പം സാറിൻ്റെ ടൈം ടേബിള്, അത് സ്റ്റഡി പ്ലാന്, ഇതൊക്കെ കൃത്യമായിട്ട് സാറിന് ചെയ്യാൻ പറ്റിയിരുന്നായിരുന്നോ? ഇതിൻ്റെ ഇടയിൽ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ സാർ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തത് ഈ ടൈം ടേബിൾ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഓക്കെ അഹല്യ, ഈ കേസിൽ ഇൻ കേസ് ഓഫ് പ്രിപ്പറേഷൻ്റെ സമയത്തുള്ള ഒരു ഷെഡ്യൂൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു വീക്ക്ലി ആയിട്ട് എന്തൊക്കെയാണ് ഞാൻ പഠിച്ചു തീർക്കേണ്ടത്, ഇത്തരം ടാർഗറ്റ്സ് ഒക്കെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഡെവലപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് ഏതൊക്കെ മോക്ക് ടെസ്റ്റുകൾ ഓരോ വീക്കിൽ ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഇടും. നോർമലി അങ്ങനെ തന്നെ മാക്സിമം മുന്നോട്ട് പോയി. പലപ്പോഴും പക്ഷെ സംഭവിക്കുന്നത് പ്രാക്ടിക്കലി പല പ്ലാനും നമ്മൾ ഇടുകയാണെങ്കിൽ എൻ്റെ ഈ ഷോർട്ട് ടൈം എൻ്റെ ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ, ഞാൻ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ ഒരു സമയത്ത് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ പലപ്പോഴും എനിക്ക് പല ടാർഗറ്റ്സും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം ഒന്നാമത് ടൈമിൻ്റെ ഒരു വളരെ കുറച്ച് ടൈം മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു പലപ്പോഴും. സോ ബട്ട് സ്റ്റിൽ അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ മാക്സിമം പഠിക്കുക. അപ്പം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ഫോളോ ചെയ്യാനും മോക്ക് ടെസ്റ്റുകൾ എഴുതാനും ഞാൻ ശ്രമിച്ചു. പിന്നെ സിവിൽ സർവീസിന് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഏറ്റവും ഒരു ഈ എക്സാമിന് പ്രത്യേകിച്ചും പെർസീവറൻസ് ആൻഡ് എൻഡ്യൂറൻസ്. അപ്പം അതായത് ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ 4 അറ്റംപ്റ്റ് ചെയ്തു. 4ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ സക്സസ്ഫുൾ ആയത്. അപ്പോൾ അതിന് മുന്നുള്ള 3 അറ്റംപ്റ്റ് ഞാൻ ഫെയിൽ ചെയ്തു. അല്ലെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും പല ആളുകളും ഇത്തരം ഫെയിലിയേഴ്സ് ഉൾക്കൊള്ളാൻ ആളുകൾ കഴിയാറില്ല. 1 2 ഫെയിലിയേഴ്സ് കഴിയുമ്പോൾ തന്നെ ആളുകൾ അത് കളഞ്ഞിട്ട് മാറും. പക്ഷെ എനിക്ക് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ചിലപ്പം ഇവിടെ 8 അറ്റംപ്റ്റും ഡൽഹിയിൽ വന്ന് നിന്ന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പം ആ ഒരു സ്ട്രോങ് എന്താ പറയുക വിൽ പവർ ആൻഡ് പെർസീവറൻസ് ആൻഡ് എൻഡ്യൂറൻസ്, ആ ഒരു ക്യാരക്ടർ ഷുഡ് ബി ദെയർ. അത് ഇറ്റ്സ് നോട്ട് ഈ എക്സാമിന്റെ മാത്രം ക്യാരക്ടർ അല്ല, അതൊരു സിവിൽ സർവൻറ്റിന്റെ കൂടെ ഒരു ക്വാളിറ്റിയാണ്. ടു ഗെറ്റ് തിങ്സ് ഡൺ, അതിൻ്റെ പുറകെ നിന്ന് പെർസ്യൂ ചെയ്ത് അത് മേക്ക് ഇറ്റ് ഹാപ്പൻ. സോ അത് ഈ പറയുന്ന ഓരോ ആസ്പിറൻറ്റും ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലാണ്. ദർ വിൽ ബി ഫെയിലിയേഴ്സ്. പലപ്പോഴും നമ്മുടെ ഫെയിലിയേഴ്സിൽ നമ്മൾ നോക്കി ചിരിക്കാൻ ഒരുപാട് ആളുകൾ കാണും. പക്ഷെ ഒരിക്കലും ഐ വോണ്ട് സേ ദാറ്റ് നമ്മൾ ഈ ഒരു ആ ഫൈനൽ വിക്ടറി അല്ല, അല്ലെങ്കിൽ ആ ഫൈനൽ അറ്റംപ്റ്റിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുമ്പോൾ അല്ല യു ആർ സക്സസ്ഫുൾ. പക്ഷെ ആ ഒരു പറയുന്ന ഫെയിലിയേഴ്സ്, ലൈക്ക് ഇന്ന് രാവിലെ കണ്ട ഒരു കോട്ടാണ് കൺഫ്യൂഷ്യസിന്റെ, ലൈക്ക് അവർ ഗ്രേറ്റസ്റ്റ് ഗ്ലോറി ഈസ് നോട്ട് ഇൻ നെവർ ഫാളിങ് ബട്ട് റൈസിങ് ഇൻ എവറി ടൈം വി ഫോൾ. അതായത് നമ്മൾ ഓരോ തവണ വീഴുമ്പോഴും അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ആ പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഓടാനായിട്ടുള്ള നമ്മുടെ ഒരു മനക്കരുത്ത്, അത് തന്നെയാണ് ഈ എക്സാമിന് ഏറ്റവും അധികം ആവശ്യം. ഫെയിലേഴ്സിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ആസ്പിറന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും സിവിൽ സർവീസ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. ബട്ട് ദർ ആർ മെനി ലക്കി പീപ്പിൾ. ഐ ഹോപ്പ് യു ആർ ദ പേഴ്സൺ ഹു ക്ലിയേഴ്സ് സിവിൽ സർവീസ് ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ലൊരു അറ്റംപ്റ്റ് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യട്ടെ. പക്ഷെ ഇൻ കേസ് യു കാൺ ഡു ഇറ്റ്, ഡോണ്ട് ഇഫ് യു ആർ റിയലി ബിലീവ് ദാറ്റ് ഇതാണ് നിങ്ങളുടെ സർവീസ് എങ്കിൽ തീർച്ചയായിട്ടും യു ഷുഡ് ഗിവ് ഇറ്റ് അഗെയിൻ വിത്ത് എ ബെറ്റർ എനർജി ആൻഡ് എൻതൂസിയാസം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ കഴിയും ഇഫ് യു ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ. ഓവർ ടു യു അനന്യ. സാറ് പറഞ്ഞ കൂട്ട് നമ്മൾ ജയിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയമല്ല എല്ലാം, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ സമയമാണ്, പ്രിപ്പറേഷൻ ആണല്ല സത്യം പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ്, അല്ലേ സർ? തീർച്ചയായും. സർ, മാമിൻ്റെ സ്റ്റഡി പ്ലാൻ ഒക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ നല്ല എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ കഴിഞ്ഞു? സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഐഡിയൽ സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ്. നമ്മള്
നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷ എന്നാണ് എന്ന് കണ്ടുപിടിക്കുക. പ്രിലിംസിന്റെ മെയിൻസിന്റെ ഡേറ്റ് എന്നാണ് കണ്ടുപിടിക്കുക. അന്ന് തൊട്ട് തിരിച്ച് ഇങ്ങോട്ട് ഒരു റിവേഴ്സ് പ്ലാൻ ടൈം ടേബിൾ ഉണ്ടാക്കുക. അതായത് പരീക്ഷ ഏത് മാസമാണ്, അതിന് 2 മാസം മുന്നേ നമുക്ക് റിവിഷൻ ആണ് ചെയ്യാൻ പറ്റും. സോ അതിന് ഒരു 3-4 മാസം നമുക്ക് മെയിൻസിന് പ്രിപ്പയർ ചെയ്യാം. സോ അതിന് മുന്നേ നമുക്ക് പ്രിലിംസിന് നോക്കാം. അങ്ങനെ ഒരു റിവേഴ്സ് സ്ട്രാറ്റജി വെച്ചിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും. പക്ഷെ നമ്മളുടെ ഒരു വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ വളരെ ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും. അതായത് ടൈം ആൻഡ് അവർ വെച്ചിട്ടുള്ള ടൈം ടേബിൾ ആണ് നമ്മൾ പലപ്പോഴും ഉണ്ടാക്കുന്നത്. പക്ഷെ വാട്ട് ഈസ് റിക്വയർഡ് ഇസ് ദ റിസൾട്ട്. സോ ഇന്ന് 4 മണിക്കൂർ പഠിക്കും എന്ന് പ്ലാൻ ചെയ്യുന്നതിനേക്കാളും പലപ്പോഴും നല്ലത്, ഐ മീൻ ഞാനൊരു എക്സ്പീരിയൻസ് കൂടെ അത് കണ്ടെത്തിയത്, അതിനെക്കാട്ടും നല്ലത് ഇന്ന് ഞാൻ 2 ചാപ്റ്റർ പഠിക്കും എന്ന് കണ്ടുപിടിക്കുന്നതാണ്. സോ ദെൻ what happens is you may finish it in 1 hour, you may finish it in 2 hours, you may take 10 hours. But what is essential is that we finish that amount of studies that we have to do. But number of hours അല്ല, നമ്മളുടെ ടാർഗറ്റ് കണ്ടന്റ് ആണ് നമ്മൾ തീർക്കേണ്ടത്. So that was one thing that I corrected while doing the preparation. പിന്നെ ഒരു സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും പറ്റുന്ന വെച്ചാൽ നമുക്ക് 1-2 സബ്ജക്ട്സിൽ നമുക്ക് നല്ല താല്പര്യം കാണും, നമ്മൾ അത് തന്നെ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷേ സിവിൽ സർവീസസ് ഇസ് എസ്പെഷ്യലി എക്സാമിനേഷൻ ഇസ് എ ജനറലിസ്റ്റ് എക്സാം. സോ അതിനകത്ത് ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. ഇൻഫാക്ട് മെയിൻസ് പരീക്ഷയ്ക്ക് 9 പേപ്പേഴ്സ് ഉണ്ട്. ജിയോഗ്രഫി, ഹിസ്റ്ററി, ഇക്കണോമിക്സ്, പോളിറ്റി, കൾച്ചർ, ഇന്റർനാഷണൽ റിലേഷൻസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. സോ എല്ലാത്തിലും നമുക്ക് ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് വേണം, ഒരു വർക്കബിൾ നോളജ് വേണം, അതിന്റെ റീസെന്റ് കാര്യങ്ങളെ പറ്റിയുള്ള അറിവ് വേണം. സോ നമ്മൾ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ഏരിയ നമ്മൾ വളരെയധികം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് മോർ ലൈക്ക് എ റിസർച്ച്, ആ ഒരു സ്ട്രാറ്റജി അല്ല ഈ ജനറൽ എക്സാമിന് ആവശ്യമുള്ളത്. സോ നമ്മൾ ആസ് മച്ച് ആസ് പോസിബിൾ കുറച്ച് ബാലൻസ് ചെയ്തൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി റിയലി നൈസ്. സോ അങ്ങനെയുള്ള കുറച്ച് അത് ഇനീഷ്യലി പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമുക്ക് ഒരുപാട് പേർക്കും വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ആൻഡ് ദെൻ വി ഇവൻച്വലി കറക്റ്റ്. ഞാൻ ഇപ്പൊ പറഞ്ഞത് നമുക്ക് അത് കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ എറർ കമ്മിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ അങ്ങനെയുള്ള കുറച്ച് ബേസിക് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുന്നത് നമ്മള് ജനറലി പറയാറുണ്ട് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഈ സൂര്യന് താഴെയുള്ള എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളത്. അത് ദാറ്റ്സ് നോട്ട് എ റിയൽ ഗുഡ് ഐഡിയ ഓഫ് ഹൗ ടു പ്രിപ്പയർ. ഇതൊരു പരീക്ഷയാണ്. സോ അതിനൊരു സിലബസ് ഉണ്ട്, അത് പഠിക്കാനുള്ള പോർഷൻസ് ഉണ്ട്, ഒരുപാട് സോഴ്സസ് ഉണ്ട്. പക്ഷെ ഐ വുഡ് സേ നമ്മൾ ഓരോ പോർഷനും പറ്റിയ 1-2 മെയിൻ ബുക്സ് അല്ലെങ്കിൽ റെഫറൻസസ് കണ്ടുപിടിക്കുക. അത് നമ്മൾ നല്ല രീതിയിൽ തറവായിട്ട് പഠിക്കുക. ഇപ്പം ഒരു 10 ബുക്സ് ഒരു സബ്ജക്റ്റിനെ പറ്റി വായിക്കുന്നതിൽ നല്ലത് ഒറ്റ ബുക്ക് 10 പ്രാവശ്യം വായിച്ചത് തറവാക്കുക എന്നുള്ളതാണ്. സോ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വൈഡ് സ്പ്രെഡ് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനെക്കാളും വളരെ നല്ലത് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി വെച്ചിട്ടുള്ള ഒരു പഠനമാണ്. സോ സിലബസ് എടുക്കുക, അതിനുള്ള ബുക്സ് ആൻഡ് മെറ്റീരിയൽസ് നമ്മൾ ഡിസൈഡ് ചെയ്ത് ലിമിറ്റ് ചെയ്യുക. ഇത്രയും സാധനം പഠിച്ചതിന് ശേഷം മാത്രമേ ഇനി ഞാൻ പുതിയൊരു ബുക്ക് കടയിൽ പോയി വാങ്ങിയിട്ടു എന്ന് തീരുമാനിക്കുക. അത്രയും ഒരു ബേസിക് ഐഡിയ വന്നതിന് ശേഷം നമ്മൾ മോക്ക് ടെസ്റ്റ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എത്ര അധികം പഠിച്ചു, എത്ര അധികം നോളജബിൾ ആയി, എത്ര കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞാലും എക്സാമിന്റെ ആ ഒരു ലിമിറ്റഡ് ടൈം പീരീഡിൽ നമുക്കത് ആ പരീക്ഷാ പേപ്പറിൽ എഴുതാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ ഇറ്റ് കംസ് ആസ് എൻ ഔട്ട്പുട്ട് ഇൻ ദ എക്സാമിനേഷൻ. സോ അതുകൊണ്ട് നമ്മൾ മോക്ക് എക്സാംസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ 2 ലെവൽസ് കഴിയുന്നുണ്ടെങ്കിൽ മോക്ക് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെയ്ത ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം വരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ മോക്ക് എക്സാംസ് നൽകുന്നത് അത്രയും ഇമ്പോർട്ടൻസ് നൽകിയില്ല, വിച്ച് ഐ ഹാഡ് ടു കറക്റ്റ് ഇൻ മൈ നെക്സ്റ്റ് അറ്റംപ്റ്റ്. സോ നമുക്കൊരു ബേസിക് ലെവൽ ഓഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്തു, ഒരു റിവിഷൻ ചെയ്തു. സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരിക്കലും കംപ്ലീറ്റ്ലി തീരില്ല, പക്ഷെ ഒരു റീസണബിൾ രീതിയിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മോക്ക് ടെസ്റ്റിലേക്ക് പോവുക. അപ്പോഴാണ് ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നമുക്ക്
റൈറ്റിംഗ് സ്പീഡ് വളരെ കുറവായിരിക്കും, അങ്ങനെ ബേസിക് കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെയധികം ഇല്ലെജിബിൾ ആയിരിക്കും. നമ്മൾ ഒഴികെ ഈ ഭൂമുഖത്ത് ആർക്കും വായിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ എഴുതുന്നത്. സോ അങ്ങനെയുള്ള ബേസിക് തിങ്സ് ചില കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ അപ്പൊ പിന്നെ ഒരു എക്സാം റൈറ്റിംഗ് സ്ട്രാറ്റജി, അത് എങ്ങനെ സ്പീഡിൽ എഴുതി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. സോ ഓവറോൾ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വെച്ച് പോവുകയാണെങ്കിൽ ഈ ഗിവൻ ടൈം പീരീഡിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. സോ ഒരു ഓപ്പൺ എൻഡഡ് പ്രിപ്പറേഷൻ ആയിരിക്കും, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ എന്ന് വെച്ചാൽ ഒരു ഓവറോൾ ടൈം ടേബിൾ. ഇന്ന മാസത്തിൽ നമ്മൾ ഇത്ര സബ്ജക്ട്സ് തീർക്കും, എന്നിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരു ഓവറോൾ ടൈം ടേബിൾ വെച്ച് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതെ മാം. ഹലോ സാർ, സാറിനോട് എൻ്റെ ക്വസ്റ്റ്യൻ. സിവിൽ സർവീസ് എക്സാമിൻ്റെ ലാസ്റ്റ് ഘട്ടമാണല്ലോ ഇൻ്റർവ്യൂ. അപ്പോൾ സാറിൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനും ഒന്ന് ഷെയർ ചെയ്യാമോ? സോ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് ബേസിക്കലി ഞാൻ 2 ഇൻ്റർവ്യൂ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ഇൻ്റർവ്യൂവും ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലായിരുന്നു പോയത്. ഫസ്റ്റ് ഇൻ്റർവ്യൂ ഒരു സ്ട്രെസ് ഇൻ്റർവ്യൂ ടൈപ്പ് ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. സോ പക്ഷേ എനിക്ക് ആ സ്ട്രെസ് ഇൻ്റർവ്യൂ അന്ന് ഞാൻ വളരെ മോശം രീതിയിലാണ് പെർഫോം ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. രണ്ടാമത്തെ ഇൻ്റർവ്യൂ വളരെ സ്മൂത്ത് ആയ ഒരു ഇൻ്റർവ്യൂ. പക്ഷെ മാർക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇൻ്റർവ്യൂവിനാണ് എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ലാർജ്ലി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം, സോ ഇറ്റ്സ് അബൌട്ട് ഹൗ ഓണസ്റ്റ് യു ആർ. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഉത്തരങ്ങളിലും പലപ്പോഴും ഒരു കേസ് സ്റ്റഡീസ് വരും. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കളക്ടറായിട്ട് ഇന്ന ഡിസ്ട്രിക്റ്റിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഒരു പർട്ടിക്കുലർ സിനേറിയോ തന്നെയാണ്. ഉദാഹരണത്തിന് അവിടുത്തെ ഒരു അവിടെ ഒരു ഭയങ്കര ഡ്രഗ്സിന്റെ ഇഷ്യൂസ് ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും അപ്പം അതിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന നിങ്ങൾ കൊടുക്കുന്ന ഉത്തരങ്ങളും അത് എത്രത്തോളം ജെനുവിൻ ആണ്, അങ്ങനെയൊക്കെയുള്ള ഓരോ ക്യാരക്ടേഴ്സ്. പിന്നെ നിങ്ങൾ പറയുന്ന ഓരോ ആൻസറിൽ ഓണസ്റ്റി എത്രത്തോളം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ആൻസർ ഫേക്ക് ചെയ്ത് പറയുകയാണെങ്കിൽ അതൊക്കെ അവർ പെട്ടെന്ന് നോട്ട് ചെയ്യും. അത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് മാർക്സ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ ബി ഓണസ്റ്റ്. നിങ്ങൾ വളരെ മനസ്സിൽ പറഞ്ഞ് പറയുക. ഒരു യു ഷുഡ് ഹാവ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പം എപ്പോഴും ഓൾവേസ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ബട്ട് ഇൻ കേസ് അത്രയധികം ഒരു നല്ല രീതിയിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ പോലും എത്ര ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നതാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഞാൻ പറയാൻ ഇവിടെയുള്ള CEC-യിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് പറയാനുള്ളത്, ഈ പറയുന്ന കോളേജ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഡിബേറ്റ്സിനോ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസിനോ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഈ ഡിസ്കഷൻ പോലുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇൻ്റർവ്യൂ വരുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം ലാംഗ്വേജ് സ്കിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യും. പിന്നെ ബി ജെനുവിൻ, ബി യുവർ സെൽഫ്. ഒരിക്കലും നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറയരുത്. ഇന്റർവ്യൂ ബോർഡ് അവർ ഭയങ്കര വയസ്സായിട്ടുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. ദേ വിൽ ബി ഏബിൾ ടു ജഡ്ജ് യു വെരി ക്വിക്ലി. അപ്പം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും യു വിൽ ഗെറ്റ് എ ഗുഡ് മാർക്സ് ഇൻ ഇന്റർവ്യൂ. സോ ദാറ്റ്സ് മൈ അഡ്വൈസ്. സോ ഇന്റർവ്യൂ ഇസ് നത്തിങ് ഭയങ്കര പേടിക്കപ്പെടേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഇറ്റ്സ് എ സിമ്പിൾ തിങ്. ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ എത്രത്തോളം ജെനുവിൻ ആയ ഒരു പേഴ്സണാലിറ്റിയാണ് എന്നാണ് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിലൂടെ അവർ ചെക്ക് ചെയ്യുന്നത്. ഐ എം ഷുവർ മോസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന നമ്മൾ നോർമൽ സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ അത് ക്രാക്ക് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, മാമോട് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഞാൻ ഗോകുൽ മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ്, ഇന്റർവ്യൂ എന്ന് നമ്മൾ പറയുന്നത് ഒരു തെറ്റായ ടേമാണ്. ഇൻഫാക്ട് ഇറ്റ് ഈസ് എ പേഴ്സണാലിറ്റി ടെസ്റ്റ്. നമ്മളുടെ UPSC പരീക്ഷയിലും അതിനെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം നമ്മളുടെ പ്രിലിംസ് എക്സാമിനേഷൻ, പ്രിലിമിനറി പരീക്ഷ, അതിനുശേഷം മെയിൻസ് പരീക്ഷ, ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം നമ്മളെ സെലക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നുള്ളത്. ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ അവർ നമ്മളെ നോക്കുന്നത് നമ്മളുടെ ജെനുവിൻനെസ് ആണ്, നമ്മളുടെ വില്ലിംഗ്നെസ് ടു ആക്ച്വലി വർക്ക് ഫോർ ദ സൊസൈറ്റി. ഇത് ഒരു സിവിൽ സർവൻസ് എന്നാണല്ലോ പറയുന്നത്. നമ്മുടെ ഇറ്റ്സ് ലൈക്ക് എ സർവീസ്. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് വി ആർ ഡൂയിങ് ഫോർ ആർ പ്രോഫിറ്റ്. സോ ആ ഒരു ജെനുവിൻനെസ് ആണ് അവര് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ കൂടെ നമ്മൾ അളക്കാൻ ശ്രമിക്കുന്നത്. സോ ദാറ്റ്സ് വൺ തിങ്. ആൻഡ് ഇംഗ്ലീഷ് ഇസ് നോട്ട് ബിഗ് ഡീൽ. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്
നമ്മളുടെ ഇംഗ്ലീഷ് വളരെ മോശമാണ്, നമുക്ക് എന്തായാലും ഇന്റർവ്യൂ പറ്റില്ല, അതുകൊണ്ട് സിവിൽ സർവീസ് നോക്കിയേ വേണ്ട എന്ന് പറഞ്ഞത് അത് വളരെ തെറ്റായൊരു ചിന്താഗതിയാണ്. സോ അതൊരു മിത്താണ് ആക്ച്വലി സിവിൽ സർവീസസിനെ കുറിച്ചുള്ളത്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ മാം. സാർ അപ്പോൾ ഇപ്പോൾ ഒക്ടോബർ, ഇപ്പോൾ ഈ അടുത്ത മാസം ഒക്ടോബറിൽ തന്നെയാണല്ലോ ഇപ്പം ഇനി വരുന്ന സിവിൽ സർവീസ് പ്രിലിംസ് എക്സാം വരുന്നത് ഈ കൊല്ലത്തെ. അപ്പോൾ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരോട് സാറിനിപ്പം എന്തെങ്കിലും സജഷൻസോ അഡ്വൈസോ പറയാനുണ്ടോ? ഓക്കെ, സോ അടുത്ത, അതായത് വിത്തിൻ മന്ത് അതാണ് നമ്മുടെ അടുത്ത പ്രിലിംസ് വരുന്നത്. സോ അപ്പം ഓൾമോസ്റ്റ് ഇത്തവണ പ്രിലിംസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ ബൈ ദിസ് ടൈം ആ ഒരു പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് ലാപ്പിലായിരിക്കും. അപ്പം മോക്ക് ടെസ്റ്റുകൾ പരമാവധി അറ്റൻഡ് ചെയ്ത് കാണും. സോ മോക്ക് ടെസ്റ്റ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഇനിയുള്ള അടുത്ത 30 ദിവസത്തോളം കാണും. ആ ഒരു സമയം മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക, നിങ്ങൾ പഠിച്ചത് റിവൈസ് ചെയ്യുക. പഴയ കാര്യങ്ങൾ ഇനി പഠിച്ചത് മാത്രം റിവൈസ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനായി ശ്രമിക്കരുത്. കാര്യം ഒരിക്കലും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല ഈ ഒരു എക്സാമിന് വേണ്ടി. അപ്പം മാക്സിമം റിവൈസ് ചെയ്ത് നമ്മളുടെ കണ്ടന്റ് എൻറിച്ച് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു സമയത്തിൽ ശ്രമിക്കേണ്ടത്. അതിന് മോക്ക് ടെസ്റ്റുകളും പണ്ട് ചെയ്ത എക്സാംസിന് വന്ന തെറ്റുകളും ഇതൊക്കെ റിവൈസ് ചെയ്യുക. ഒരു റിവിഷൻ പീരീഡ് ആണ്. കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ റിവിഷൻ. ദാറ്റ്സ് മൈ ക്വിക്ക് അഡ്വൈസ്. ഇൻ അഡീഷൻ ടു വാട്ട് ഗൂഗിൾ ടോൾഡ്, എന്റെ ഒരു ചെറിയ അഡ്വൈസ് എന്ന് പറയുന്നത് ആ ഒരു ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജി ഒന്ന് ഡെവലപ്പ് ചെയ്യുക. അതായത് നമ്മളിപ്പോ ഒബ്ജക്റ്റീവ് ആണല്ലോ പ്രിലിംസ് പേപ്പർ, അതിനകത്ത് ഞാനിപ്പോ ടൈം മാനേജ്മെന്റിന് വേണ്ടി ഞാൻ ഒരു 2 റൗണ്ടിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ അഡോപ്റ്റ് ചെയ്തത്. ഫസ്റ്റ് റൗണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ മുതൽ അവസാനത്തെ ക്വസ്റ്റ്യൻ വരെ ഞാൻ അറ്റൻഡ് ചെയ്യും. ആ റൗണ്ടിൽ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ, അതായത് 100% ഷുവർ ഇത് കറക്റ്റ് ഉത്തരമാണ്, ഇതിന് എനിക്ക് മാർക്ക് കിട്ടും എന്നുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് പോകും. സോ ആ റൗണ്ട് കഴിയുമ്പോൾ ഒരു ഹാഫ് ടൈം ആകുമ്പോഴത്തേക്കും ഇത് കഴിയണം. സോ നമുക്ക് ടൈമിന്റെ ഒരു കൗണ്ട് നമ്മളുടെ മനസ്സിൽ കിട്ടും. രണ്ടാമത്തെ ആ ഒരു ടൈം ആ റൗണ്ട് കഴിയുമ്പോൾ മനസ്സിലാവും ഈ പേപ്പർ എത്ര ഡിഫിക്കൽട്ട് ആണ് അല്ലെങ്കിൽ ഈസിയാണ്, കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ടോ കുറയാൻ സാധ്യതയുണ്ടോ. അതനുസരിച്ച് നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ ഒരു കാൽക്കുലേറ്റഡ് ഗസ് വർക്ക് നടത്താം. എത്ര ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാൽക്കുലേറ്റഡ് ഗസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാവും. സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫിക്കൽട്ടി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓരോ വർഷം കട്ട് ഓഫ് കുറച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തുടങ്ങി അത് അറിയില്ലെങ്കിലും അത് ആലോചിച്ച് സമയം പോകുന്നതിനെക്കാട്ടിലും നല്ലത് പ്രോബബ്ലി ഇറ്റ്സ് വൺ ഓഫ് ദ ടെക്നിക്സ്. എല്ലാവർക്കും ഇത് നല്ലതാണെന്നല്ല പറഞ്ഞത്. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ടെക്നിക്സ്. നമ്മൾ 2 റൗണ്ട് ആണ്. ഫസ്റ്റ് റൗണ്ട് ഹാഫ് ടൈമിൽ ഫസ്റ്റ് റൗണ്ട് ഫുൾ ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടിൽ നമ്മൾക്ക് ഗസ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുന്നു. ആ ഫസ്റ്റ് റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ കട്ട് ഓഫ് ചെയ്യുക. സോ ദാറ്റ് യു ഡോണ്ട് വേസ്റ്റ് എനി മോർ ടൈം ഓൺ ഇറ്റ്. സോ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. സോ ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കില്ല. മാക്സിമം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഇതിനെ കൂടി ഒരു ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെടുക്കുക. സോ ആൻഡ് ബി കോൺഫിഡൻറ്റ് യു ക്യാൻ ഡു ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. Okay, ma'am. Thank you so much, ma'am. Thank you so much, sir. Concluding note എന്നുള്ള നിലയ്ക്ക് I would like to say that ഇതിനകത്ത് ഇപ്പോഴത്തെ പ്രിലിംസ് അറ്റൻഡ് ചെയ്യുന്ന കുറച്ച് പേര് ഉണ്ടാവും. പക്ഷെ ലോങ് ടേം സിവിൽ സർവീസ് എന്നൊരു ചെറിയ മോഹം മനസ്സിലേക്ക് ഒരു മൂലയ്ക്ക് വന്ന് നടക്കുന്ന ആരെങ്കിലും സീരിയസ്ലി അബൌട്ട് ഇറ്റ്. അതായത് ഇതാണോ നിങ്ങളുടെ പാഷൻ എന്ന് തിരിച്ചറിയുക. അതൊരു ചെറിയൊരു എല്ലാവരും പറയുന്നത് കൊണ്ട് ചെറിയൊരു ഇൻഫാച്വേഷൻ ആണോ എന്ന് തിരിച്ചറിയുക. ട്രൈ ടു ഗെറ്റ് ടു നോ മോർ അബൌട്ട് ഇറ്റ്. കൂടുതൽ പറ്റുകയാണെങ്കിൽ ഇന്റേൺഷിപ്സ് ഒക്കെ ചെയ്യുക. സോ അതിനുശേഷം ഇത് നിങ്ങളുടെ പാഷൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ യു ഹാവ് ദ റൈറ്റ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ടു സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ പാഷൻ ആൻഡ് വർക്ക് ടുവേർഡ്സ്. ഞാൻ ചിലരൊക്കെ പറയാറുണ്ട് നമ്മളുടെ പാഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഡ്രീം കരിയർ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ സീഡ്, ഒരു വിത്ത് പോലെയാണ്. അതില് നമ്മള് ആ വിത്തിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. ക്യാൻ ഗ്രോ ഇൻ ടു എ ബിഗ് ട്രീ. പക്ഷേ നമ്മൾ അതിനെ നേർച്ചർ ചെയ്യുന്ന അനുസരിച്ചിരിക്കും അതിന്റെ കപ്പാസിറ്റി. ഇഫ് യു ഡോണ്ട് ടേക്ക് കെയർ ഓഫ് ഇറ്റ് അത് അതിന് പോകും. പക്ഷെ ഇഫ് യു റെഗുലർലി വാട്ടർ ഇറ്റ്, എല്ലാ ദിവസവും വളവും വെള്ളവും നൽകി അതിനെ നമ്മൾ നേർച്ചർ ചെയ്യുകയാണെങ്കിൽ അത് വളർന്ന് പന്തലിച്ച് ഒരു ബ്യൂട്ടിഫുൾ ബിഗ് ട്രീ ആയി അത് മാറും. സോ അതാണ് നമ്മളുടെ കരിയറും
Find your passion, stand up for your passion, and have a focused, strategic preparation. അതിന് പ്രീവിയസ്ലി അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക, അവർ ചെയ്ത മിസ്റ്റേക്സിനകത്ത് പഠിക്കുക, and make a strategy and put all your energy into it and go for it. ഒരിക്കലും കൺഫ്യൂഷനോ ഡൗട്ടോ ഒന്നും ഇല്ല. If this is what you want to do in life, you can do it. So be confident and all the best. ഓൺ എ കൺക്ലൂഡിംഗ് നോട്ട്, എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ഇടയിൽ എല്ലാവർക്കും തന്നെ എന്താണ് നിങ്ങളുടെ കരിയർ എന്ന രീതിയിൽ ഒരു ഷ്യൂരിറ്റി ഉണ്ടാകണമെന്നില്ല. അത് തികച്ചും നാച്ചുറലാണ്. സോ ഇൻ കേസ് അപ്പം ഇതിൽ നമ്മൾ കുറച്ച് പേർക്കെങ്കിലും ഇന്ന ഒരു ഏരിയയിൽ വർക്ക് ചെയ്യണം എന്ന ഒരു പാഷൻ, ഡീപ് പാഷൻ ഇൻസൈഡ് നിങ്ങളുള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഏരിയ മനസ്സിലാക്കി അതിൽ നിങ്ങളുടെ 100% എഫേർട്ട് ഇടുക. ഡോണ്ട് തിങ്ക് അബൌട്ട് ഒരു പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിക്കരുത്. ഇത് വളരെ യങ് ആയിട്ടുള്ള ഒരു സമയമാണ്, നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ യു ടേക്ക് ദ റിസ്ക്, യു പുട്ട് യുവർ എൻറ്റയർ എഫേർട്ട് ഇൻ ടു ഇറ്റ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയും. സോ ഈവൻ ഇൻ കേസ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. ലീവ് ഇറ്റ്. വേറെ പല ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മുന്നിലുണ്ട്. യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ ദ നെക്സ്റ്റ്. സക്സസും ഫെയിലിയറും ഒക്കെ വളരെ എന്താ പറയുക, ഒരു വേഗമായിട്ട് ഡിഫൈൻ ചെയ്ത സംഭവമാണ്. മൈറ്റ് ബി അപ്പം ഒരിക്കലും ഇന്നൊരു മേഖലയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫെയിലിയർ ആവുന്നില്ല. ഇന്ന മേഖലയിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് മറ്റൊരാൾ സക്സസ്ഫുള്ളും ആവുന്നില്ല. സോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രൊഫഷൻ ഏതാണെന്നല്ല, നിങ്ങൾക്ക് നൈപുണ്യമുള്ള മേഖല ഏതാണെന്ന് ചൂസ് ചെയ്ത് അവിടെ നിങ്ങൾ നിങ്ങളുടെ എൻറ്റയർ എഫേർട്ട് ഇട്ട് ഒരു നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഏത് മേഖല എടുത്താലും you will become successful. അപ്പം ഐ വിഷ് എൻ്റെ എല്ലാ ഫ്രണ്ട്സ് ഇൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ കരിയർ. യു വിൽ ഓൾ ബി സക്സസ്ഫുൾ. ഐ എം 100% sure. All my best wishes with everyone, and special thanks to Ahalya and Ashwin for inviting both of us for this particular program. Thank you. നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യം തന്നെ ആൻമേരി മാമിനോടും ഗൂഗിൾ സാറിനോടും ഇൻസ്പിരിറ്റ് ടീം വക ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സമയം ചിലവഴിച്ച് UPSC എക്സാമിനേഷൻസിനെ കുറിച്ചും പ്രിപ്പറേഷൻസിനെ കുറിച്ചും അനുഭവങ്ങളും പങ്കുവച്ചതിന് നന്ദി. കൂടെ ഇൻസ്പിരിറ്റ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അമേരിക്കൻ എഴുത്തുകാരൻ സിഗ് സിഗ്ലർ പറഞ്ഞ ഏതാനും വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വിജയിക്കുന്നു എന്നതിൽ എല്ലാമില്ല, എന്നാൽ വിജയിക്കാനുള്ള പരിശ്രമത്തിൽ എല്ലാമുണ്ട്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.